Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala rasulillah. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Allahumma la sahla illa ma ja'altahu sahla wa anta taj'alul hazna idha shi'ta sahla. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم اهدنا وسددنا. അൽഹംദുലില്ലാ നമ്മൾ ഫാമിലി ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ ഫാമിലി സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിലാണ്. കഴിഞ്ഞ റിഫ്ലക്ഷൻ ഡേ അൽഹംദുലില്ലാ പ്രോംപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ മാഷാ അല്ലാഹ് കുറേ പേര് ഷെയർ ചെയ്യേണ്ടായി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് നമുക്ക് തുടങ്ങാം, ഒരു ട്രൈ നടത്താം എന്നുള്ളതേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ഒരു ഡയലോഗിൽ നിന്നും അല്ലെങ്കിൽ അതിന് ആവശ്യമായ പല കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെ പോയിട്ടുണ്ട്. വർഷങ്ങളോളം നമ്മളുടെ പല ഹാബിറ്റുകളും ഇവൻ നമ്മൾ വീടിനകങ്ങളിൽ സംസാരിക്കുന്ന രീതിയും ഒക്കെ നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐഡിയൽ വേയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി ലൈക്ക് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾക്ക് സ്ത്രീകൾക്ക് തന്നെയും അതിലേക്ക് എത്താൻ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ നമ്മുടെ വീട്ടിനകത്തുള്ള മറ്റുള്ളവരെ അതിലേക്ക് എത്തിക്കുക, അതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് പോലും ഭയങ്കര പ്രയാസമാണ്. ഓക്കെ, അപ്പം ഇത് എപ്പോഴും പറയുന്നത് പോലെ നാളെ തന്നെ വർക്കൗട്ട് ആവുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇതൊരു മാറ്റത്തിനുള്ള തുടക്കം മാത്രമാണ്. ഈ തുടക്കം ഇല്ലാതെ ഒന്നിനും ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല, ഒരു റിസൾട്ടും ഉണ്ടാവില്ല. സോ അത് തുടക്കത്തിന് തയ്യാറാവുക. പലരും അൽഹംദുലില്ലാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ ഡിസ്കഷൻ വെച്ചു എന്നൊക്കെ പറയണ്ടായി. ഞാൻ മുഴുവൻ റിഫ്ലക്ഷൻസ് കേട്ടിട്ടില്ല ഈ ആഴ്ചത്തെ. പക്ഷെ അൽഹംദുലില്ലാ അത്രേ വേണ്ടതുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ശ്രമിച്ചു നോക്കുക. വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഏത് വീട്ടിലും പറയാത്ത സംസാരിക്കാത്ത പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മൾ ആ ലിവിങ് വിത്ത് ദ പ്രോബ്ലം എന്ന് പറയുന്ന പോലെ ആ പ്രശ്നവുമായിട്ട് ജീവിച്ചു പോകുന്ന പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അതില്ലാത്തവർ ആരും ഒരു വീടും ഉണ്ടാവില്ല. പക്ഷെ ചില വീടുകളിൽ ഏതെങ്കിലും ഒരു ഭാഗം അതിനെ സഹിക്കാനും ക്ഷമിക്കാനും തയ്യാറായതുകൊണ്ട് പ്രശ്നമില്ലാതെ പോകുന്നതായിരിക്കാം. അതൊരു പക്ഷെ ആ ഒരു വ്യക്തി ഉള്ള ആ ഒരു സാഹചര്യത്തിൽ അത് ഓക്കെ ആയിരിക്കും. പക്ഷെ അതേ പ്രശ്നവും കൊണ്ട് ആ വ്യക്തി ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നമാവും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെത്ര സഹനവും ക്ഷമയുള്ളവരാണെങ്കിൽ പോലും നമ്മളെ വീട്ടിൽ ഇങ്ങനത്തെ അഡ്രസ്സ് ചെയ്യാത്ത, ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഡയലോഗൊക്കെ വെച്ച് സംസാരിക്കുന്നത് പല രീതിയിൽ പ്രയോജനമാണ്. ആ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ, കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വരാൻ ആ ഒരു സംസാരിക്കുന്നത് കൊണ്ടുള്ള ഒരുപാട് പ്രയോജനങ്ങൾ നമ്മൾ ഈ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ നമ്മളിലുണ്ട്. ഇപ്പൊ നമ്മളെ മക്കൾക്കൊക്കെ ആണെങ്കിലും സുബ്ഹാനല്ലാഹ് ആ ഒരു ശീലം അല്ലെ, എങ്ങനെയാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സംസാരിക്കേണ്ടത്, അത് അവര് പുറത്തു ചെന്നിട്ട് ഒരു ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുമ്പോൾ, അത് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലാണെങ്കിലും പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും വിദ്യാഭ്യാസ ജീവിതത്തിലാണെങ്കിലും ദഅവ ജീവിതത്തിലാണെങ്കിലും അതിലൊക്കെ അവർ പ്രാപ്തരാക്കുന്ന, ഈവൻ അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പോകുമ്പം ഒരു പ്രശ്നം വരുമ്പം യെസ് ഇതിനെ സംസാരിച്ച് ഇന്ന രീതിയിൽ സംസാരിച്ച് സൊല്യൂഷൻ ആക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അതൊക്കെയും ഉണ്ടാവുന്നത് നമ്മൾ ഈ വീടുകളിൽ നിന്ന് ഇതുപോലെയുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ആ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കുമ്പോഴാണ്. അത് ഞാൻ പറഞ്ഞു വീണ്ടും എളുപ്പമല്ല. പക്ഷെ ശ്രമിക്കുമ്പം, നമ്മൾ അതിനെ സീരിയസ് ആക്കി എടുക്കുമ്പം, ദുആ ചെയ്യുമ്പം, അതിന്റെ സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു എളുപ്പം തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ തുടങ്ങിയേ മതിയാവും. തുടങ്ങിയ എക്സ്പീരിയൻസസ് മാത്രം നമ്മൾ ഷെയർ ചെയ്താൽ മതി. ആരും 100% സക്സസ്ഫുൾ ആയി, ഇതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഭയങ്കര മാറ്റമായി എന്നൊക്കെ പറയുമ്പോൾ അത് റിയലിസ്റ്റിക് അല്ല. നമുക്കറിയാം ഈ ഓരോ കാര്യങ്ങൾ ഒരു പക്ഷേ 10ഉം 20ഉം കൊല്ലം എടുത്താൽ മാത്രം മാറുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് അല്ലാത്ത ഒരു ഔട്ട്പുട്ട് ഒന്നും അല്ല നമ്മൾ റിഫ്ലക്ഷനിൽ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പാളിപ്പോയത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തപ്പോൾ അതിങ്ങനെ ആയില്ല, അല്ലെങ്കിൽ ഇന്ന സഹകരണം ലഭിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവർ റെസ്പോണ്ട് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പം അവിടെ നിന്ന് നമുക്ക് ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കി അതിന് സൊല്യൂഷൻ കൊടുത്ത് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കുക. നമ്മുടെ പൊതുവേ നമ്മൾക്ക് മനുഷ്യന്മാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ക്യാപ്സ്യൂൾ സൊല്യൂഷൻ കിട്ടുക, അത് വിഴുങ്ങുക, പ്രശ്നം സോൾവ് ആയി എന്ന്
ആഗ്രഹിക്കുന്ന നമ്മൾ അങ്ങനെ ആണെന്ന് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയും ചെയ്യണം. അങ്ങനെയല്ല, റിയാലിറ്റി അങ്ങനെയല്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ പോലും നമുക്കറിയാം അല്ലെ, നമ്മൾ എത്ര അടുക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് മുമ്പിൽ തടസ്സങ്ങളുണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പ് അടുത്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് പുറകോട്ട് പോകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്, ടെംപ്റ്റേഷൻസ് വരുന്നുണ്ട്. സോ ഇത് ഓരോ കാര്യവും അത്ര എളുപ്പമൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ ആയുസ് കൊണ്ട് ട്രൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. പ്ലസ് ഇതിന്റെ റിസൾട്ട് തരേണ്ടത് റബ്ബാണ്. നമ്മളുടെ ഈ ശ്രമത്തിനാണ് നമുക്ക് പ്രതിഫലം. ഈ ശ്രമമാണ് നമ്മളുടെ ഇബാദത്ത്. ഈ കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ ടോപ്പിക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്മൂത്ത് ഡയലോഗ് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കേണ്ടത് എന്നുള്ള. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പല ആംഗിളിൽ നിന്ന് സംസാരിക്കുന്നേ ഉള്ളൂ കേട്ടോ. വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ് നമ്മളിത് മണിക്കൂറുകളോളം സംസാരിക്കുന്നത്. പക്ഷെ ഓരോരുത്തർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള ഓരോ പോയിന്റ്സ് ചിലപ്പം ഓരോ ക്ലാസ്സുകളിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഒരു ക്ലാസ്സിലെ എല്ലാ പോയിന്റും ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല, അല്ലെങ്കിൽ അതിൽ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരാളുടെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ്സ് പിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം ഇൻഷാ അല്ലാഹ്. അപ്പം ആസ് ഓൾവേസ് നമ്മൾ ഐഫോസി അപ്ഡേറ്റ്സ് വെച്ചിട്ട് പോവാണ്. നിങ്ങൾ അറിയോന്ന് അറിയില്ല, നമ്മൾ ഐഫോസിന്റെ ഡെയിലി ലൈവുകൾ, അതായത് എല്ലാ ദിവസവും മൺഡേ ട്യൂസ്ഡേ, അതായത് തിങ്കൾ മുതൽ വ്യാഴം വരെ ഇന്ത്യൻ സമയം രാത്രി 7:30 ഡെയിലി ലൈവ് നടത്തുന്നുണ്ട്. അത് ക്ലാസ്സോ കോഴ്സോ സെഷനോ ഒന്നുമല്ല. ഇപ്പോഴും ഐഫോസിയുടെ ആപ്പ് രജിസ്റ്റർ ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റാത്ത ആൾക്കാരുണ്ട്. പല ടെക്നിക്കൽ പ്രശ്നങ്ങൾ അവർ ശ്രമിച്ചിട്ട് പറ്റാത്തവര്, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാൻ പറ്റാത്തവര്, പാസ്വേഡ് മിസ്സായവര്, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ടും കോഴ്സ് കാണാത്തവര്, കമ്മ്യൂണിറ്റിയിൽ ലോഗിൻ ചെയ്യാൻ പറ്റാത്തവര്, അങ്ങനെ പല പ്രശ്നങ്ങളുമായിട്ട് സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വന്ന് അവരുടെ പ്രശ്നം പറഞ്ഞ് വേണമെങ്കിൽ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് പ്രോബ്ലംസ് സൊല്യൂഷൻ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സോൾവ് ചെയ്ത് കൊടുക്കുകയും, ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ അത് ബാക്ക് എൻഡിൽ അവർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന സൈഡിൽ അതൊരു പ്രശ്നമായിട്ട് റിപ്പോർട്ട് ചെയ്ത് അവർ സോൾവ് ചെയ്ത് തരികയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെയിലി രാത്രി 7:30 നമ്മൾ ഈ സെഷൻ നടത്തുന്നത്. എല്ലാ ദിവസവും ഉണ്ട്, August 31 വരെ ഇൻഷാ അല്ലാഹ്. ചിലരൊക്കെ കയറാറുണ്ട്, ചിലരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്നുണ്ട്, അവർ കോഴ്സുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ചിലർ എന്താണെന്നറിയാതെ കയറി നോക്കിയിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട്. അപ്പം ഇവിടെയുള്ള എല്ലാവരുടെയും വീട്ടിൽ കുട്ടികൾ ഉണ്ടാവും വിചാരിക്കുന്നു. ഒരു കുട്ടിയെങ്കിലും മക്കളോ പേരക്കുട്ടികളോ അല്ലെങ്കിൽ കസിൻസ് ഒന്നും ആയിട്ട് കുട്ടികളില്ലാത്ത ആരും ഇവിടെ ഇല്ലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു കുട്ടികളുടെ അടുത്ത്, അതാരാണോ ഉള്ളത് അവരുടെ അടുത്ത് ചോദിക്കുക, നിങ്ങൾ ആപ്പ് യൂസ് ചെയ്ത് തുടങ്ങിയോന്ന് അറ്റ്ലീസ്റ്റ്. ഓക്കെ, അതിന്റെ ആ ഒരു ലുക്ക് ആൻഡ് ഫീലെങ്കിലും അവർ കണ്ടു എന്ന് ചോദിച്ചു നോക്കുക. കാരണം ഇന്ന് രാവിലെ ഞാൻ ഈ ക്ലാസ്സിന്റെ കയറുന്നതിന്റെ തൊട്ട് മുന്നേ കിഡ്സ് സെക്ഷനിൽ, നമ്മൾ കിഡ്സ് സെക്ഷനിൽ രണ്ടാമത്തെ കോഴ്സിന്റെ 3 കോഴ്സുകളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ കോഴ്സിന്റെ 4 മൊഡ്യൂളും രണ്ടാമത്തെ കോഴ്സിന്റെ ഫസ്റ്റ് മൊഡ്യൂളും ഇന്നലത്തോടു കൂടി അപ്ലോഡ് ചെയ്തു. മൂന്നാമത്തെ കോഴ്സ് അടുത്ത ആഴ്ച അപ്ലോഡ് ചെയ്യും. അപ്പം ഓഗസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് 4, 5, 6 ക്ലാസ്സസ് കേൾക്കാനുണ്ടാവും. പക്ഷെ ഒരു ക്ലാസ് പോലും കേട്ടിട്ടില്ലാത്ത കുട്ടികളുടെ എണ്ണം അറൌണ്ട് 150 ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്ന് രാവിലെ ഇരുന്ന് ലിസ്റ്റ് ചെയ്യായിരുന്നു, ഒരു ക്ലാസ് പോലും കേട്ടിട്ടില്ലാത്ത. അപ്പം അറിയാഞ്ഞിട്ടാണോ ട്രൈ ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യല്ലാതെ രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഇബാദത്ത് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളുടെ അടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്തോ, ആപ്പ് വർക്ക് ആവുന്നുണ്ടോ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ഇനി എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാലും ഐഫോസി ബന്ധപ്പെട്ട ജസ്റ്റ് അവരൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഐഫോസി ക്വസ്റ്റ്യൻ ആണെന്ന്. ഞാനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ആരെങ്കിലുമൊക്കെ നിങ്ങളോ നിങ്ങളുടെ മക്കളോ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഉള്ളവരെ സഹായിക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ, ആപ്പ് അപ്ലോഡ് ചെയ്യാനും അല്ലെ ആപ്പ് യൂസ് ചെയ്യാനും ഒക്കെ സഹായിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ അവരും മുന്നോട്ട് വരികയാണെങ്കിൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്കും തരാം. അവരെ ഒന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് മെല്ലെ മെല്ലെ നമുക്ക് ട്രാക്ക് കയറ്റാം. ഞാൻ മുമ്പേ പറഞ്ഞു വെച്ചതുപോലെ ഇത് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൾക്കാർക്ക് അറിയില്ല എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അപ്പൊ കുറെ സമയം കുറെ ക്ഷമയൊക്കെ നമുക്ക് വേണം. നമ്മളെല്ലാവരും കൂടി നിന്ന് നമുക്ക് മെല്ലെ മെല്ലെ മക്കളെ ട്രാക്കിലേക്ക് കയറ്റാനേ പറ്റുള്ളൂ. അൽഹംദുലില്ലാഹ്, അതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഓൾറെഡി ഉപയോഗിക്കുന്ന കുട്ടികൾ, കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ, ക്വിസുകൾ ചെയ്യുന്ന കുട്ടികൾ, അവർ ആക്ടിവിറ്റീസ് കൊടുക്കുന്ന, തദബ്ബുർ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കുട്ടികൾ മാഷാ അല്ലാഹ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ അൽഹംദുലില്ലാഹ് ഓരോ ക്ലാസ്സും നമ്മൾ കൊടുക്കുമ്പോൾ അടുത്ത ക്ലാസ് എവിടെയെന്ന് ചോദിച്ചിട്ട് നമ്മളെ പിന്നാലെ വരുന്ന മക്കളും ഉണ്ട് മാഷാ അല്ലാഹ്.
അപ്പം ആ ഒരു ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ സൈഡിൽ നിന്ന് നമ്മൾ കഴിയുന്ന മാക്സിമം സപ്പോർട്ട് തരുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു കിഡ്സിന്റെ KG0 to അതായത് സെക്കൻഡ് കോഴ്സ്. ഇതുവരെ നമുക്ക് എല്ലാത്തിന്റെയും ഫസ്റ്റ് കോഴ്സേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഫ്രീ കോഴ്സ് മാത്രം. ഇപ്പം എല്ലാ സെക്ഷനിലും അടുത്ത 2 കോഴ്സുകൾ ഓഗസ്റ്റിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. വേറെ ടീച്ചേഴ്സും അവരുടെ കണ്ടന്റ് ഒക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ക്യൂസോൺ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ബാക്കിയുള്ള കഴിവുകൾ, മാത്സും ലാംഗ്വേജും ലൈഫ് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്യൂസോൺ. അവിടെയും നമ്മൾ കണ്ടന്റ് ഒക്കെ കഴിഞ്ഞ ആഴ്ച എല്ലാ സെക്ഷനും കൊടുത്തിട്ടുണ്ട്. അതെല്ലാ വീക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഇൻഷാ അള്ളാ. ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അവർ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാ. അപ്പൊ അത്രയേ ഉള്ളൂ ഹൈഫോസിയുടെ അപ്ഡേറ്റ്സ്. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. കണ്ടക്ടിങ് സ്മൂത്ത് ഡയലോഗ്. നമ്മൾ സംസാരിക്കുന്ന കാര്യം അല്ലെ, വീടുകളിൽ ഡയലോഗുകളുടെ അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിനകത്തുള്ള പ്രശ്നങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സംസാരിക്കുമ്പോൾ അതിന് സ്മൂത്ത് ആയിട്ട് പലപ്പോഴും അല്ലെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ഒരു മെയിൻ പോയിന്റ് ആയിരുന്നു ഇങ്ങനെയുള്ള സംസാരങ്ങൾക്ക് വന്നിരുന്നു കഴിഞ്ഞാൽ അത് അടിയിൽ കലാശിക്കുന്ന അല്ലെങ്കിൽ വിചാരിച്ച പോലത്തെ റിസൾട്ട് ഉണ്ടാവാത്ത ഒരു കേസ് അല്ലെ. അപ്പം എങ്ങനെയാണ് സ്മൂത്ത് ആയിട്ട് നമുക്ക് അങ്ങനെ കുടുംബത്തിൽ സംസാരിക്കാൻ പറ്റുക? ബേസിക്കലി എല്ലാ മനുഷ്യന്മാരും ഒരു തരത്തിലുള്ള ക്ലോസ്ഡ് ബോക്സ് ആണ്, അടച്ചു വെച്ച ഒരു ബോക്സ് ആയിട്ട് കണക്കാക്കാം. അടച്ചു വെച്ച ഒരു സാധനത്തിന് ഒരു കീ വേണം അല്ലെ, അത് തുറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കീ എന്ന് പറയുന്നത് അവരുടെ നാവാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആരെടുത്തെങ്കിലും അല്ലെ, നമ്മൾ ഒരിത്തിരി സംസാരിക്കുമ്പോൾ അവരൊരിത്തിരി അവരെ കുറിച്ച് ഷെയർ ചെയ്യും. അടുത്ത പ്രാവശ്യം വീണ്ടും ഒന്നും കൂടെ സംസാരിക്കുമ്പോൾ അവർ വീണ്ടും കുറച്ചും കൂടെ ഷെയർ ചെയ്യും. അങ്ങനെ ആ ഒരു കീ ഓരോ പ്രാവശ്യം നമ്മൾ തിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലുള്ളത് ഇങ്ങനെ മെല്ലെ പുറത്തേക്ക് വരും അല്ലെ. അപ്പൊ നമ്മളൊരു ഡയലോഗിൽ ഇരിക്കുക എന്ന് പറയുമ്പോൾ ഫീലിങ്സ് അല്ലെ, ഓരോരുത്തരുടെ ഫീലിങ്സ്, വാല്യൂസ്, അവരുടെ മര്യാദകൾ, അവരുടെ ചിന്തകള്, അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതായത് അവരുടെ പേഴ്സണാലിറ്റി എന്താണോ എന്നുള്ളത് അതിങ്ങനെ മെല്ലെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ടെക്നോളജിയും എന്തൊരു കാര്യവും എത്ര അഡ്വാൻസ്ഡ് ഇരിക്കുന്നതായിക്കോട്ടെ, ഓക്കെ, അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും നമ്മളുടെ കുടുംബങ്ങളിലുള്ള അല്ലെ, കുടുംബങ്ങളിലുള്ള ആ ഒരു ബന്ധങ്ങള് പോകെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ, റിലേഷൻഷിപ്പുകളൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ധാർമ്മികത, നന്മ എന്നുള്ള ആ ഒരു സംഭവം ഇങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ കുടുംബങ്ങളിലൊക്കെ സംസാരം തുടങ്ങുമ്പോഴേ അതൊരു അടിയിൽ കലാശിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സംസാരത്തിനെ ഒരു സ്കോപ്പ് ഇല്ലാത്ത പോലെ. സുബ്ഹാനല്ലാഹ്. പല ദാമ്പത്യ ബന്ധങ്ങൾ പോലും സുബ്ഹാനല്ലാഹ് അല്ലെ, പലതും വളരെ ഇമ്മച്ചുവർ ആയിട്ട്, ലൈക്ക് ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും ഒക്കെ പല ബന്ധങ്ങളും പിരിയുമ്പോൾ അവിടെ സംസാരിച്ചാൽ തീരുമല്ലോ എന്ന് നമ്മൾക്ക് ചിന്തിക്കുന്നത് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. സംസാരത്തിന് ഒരു സ്കോപ്പേ ഇല്ല. ഒരു സൈഡിൽ നിന്ന് തീരുമാനം എടുക്കുന്നു, അത് ബ്രേക്ക് ചെയ്യുന്നു. അതുപോലെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാം അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കേണ്ട കാര്യം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു സ്മൂത്ത് ഡയലോഗ് അല്ലെങ്കിൽ വെൽവെറ്റ് നമുക്കറിയാം അല്ലെ, തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല മിനുസാണ്. അപ്പം അതുപോലെയുള്ള ഒരു ഡയലോഗിന്റെ ആവശ്യകത ശരിക്കും അതൊരു പുതിയ ഒരു വേർഡാണ് കേട്ടോ, സ്മൂത്ത് അല്ലെങ്കിൽ വെൽവെറ്റ് ഡയലോഗ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ആവശ്യകത ശരിക്കും നമ്മൾ പഠിക്കുകയും അതെങ്ങനെ നടത്താമെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയും വേണം. നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതെന്നെ ബാധിക്കുന്ന കാര്യമില്ല, എന്റെ വീട്ടിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്റെ വീട്ടിൽ വൈവാഹിക ബന്ധത്തിന് ബ്രേക്ക് ഒന്നും വരൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട സാഹചര്യമാണ്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പം അതിന് നമ്മളെ മക്കളെ നാളത്തേക്ക്, ഇന്ന് ഈ അവസ്ഥയാണെങ്കിൽ നാളെ എന്താവുമെന്ന് നമുക്കറിയില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ വളരുന്ന കുട്ടികൾ അല്ലെ, കിഡ്സ് അല്ലെങ്കിൽ ടീനേജ് ആയിക്കൊണ്ടിരിക്കുന്ന മക്കൾ നാളെ അവരൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ദഅവ ഫീൽഡിലേക്കോ ഒക്കെ അവർ കടക്കുമ്പോൾ ഇതുപോലൊരു സൗമ്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ലെങ്കിൽ അതുകൊണ്ട് വരാൻ പോകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സ്മൂത്ത് ഡയലോഗ് അല്ലെങ്കിൽ വെൽവെറ്റ് ഡയലോഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മുടെ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഡയലോഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യം വേണ്ടത് ആ ഒരു പൊളൈറ്റ്നെസ് അല്ലെ, മര്യാദ, വിനയം. സംസാരത്തില് ഒരാൾ വായ തുറക്കുമ്പോൾ തന്നെ അവിടെ മര്യാദയില്ല, വിനയില്ല എന്ന് കാണുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെ പകുതി മനസ്സ്
തിരിച്ചു വെച്ചിട്ടുണ്ടാവും. ഓ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷെ മര്യാദയും വിനയമുള്ള സംസാരമാണെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് കൂടുതൽ സംസാരിക്കാനും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും നമുക്ക് തോന്നും, അല്ലെ? അതേപോലെ ജെന്റിൽനെസ്, സൗമ്യത, സുബ്ഹാനല്ലാഹ്, അല്ലെ? അങ്ങനെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന, എത്ര വലിയ പ്രശ്നങ്ങൾ പറഞ്ഞു ചെന്നു കഴിഞ്ഞാലും അതിനെ വളരെ ഈസി ആക്കിയിട്ട് പ്രശ്നമില്ല, ഓക്കെ ആണ് എന്നുള്ള ആ ഒരു രീതിയിൽ സൗമ്യ, അതായത് കേൾക്കുന്ന ആൾക്ക് മനസ്സിനല്ലേ ഒരു ഒരു കുളിര് അല്ലെങ്കിൽ ഒരു ഐസ് എടുത്തു വെച്ച പോലെയുള്ള ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരു സംസാരം ഉള്ള ആൾക്കാരുടെ അടുത്തേക്ക് സ്വാഭാവികമായിട്ടും സംസാരിക്കാൻ ഒരു ഇഷ്ടം ഉണ്ടാവും, അല്ലെ? അതേപോലെ റിഫൈൻമെന്റ്, സംസ്കാരം, സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമ്മളൊക്കെ ഭയങ്കര സംസ്കാരമുള്ള സംസാരമുള്ള ആൾക്കാരാണ് വീട്ടിന്റെ പുറത്ത്. വീട്ടിനകത്തേക്ക് വരുമ്പം എവിടേക്കോ, അത് നമ്മൾ തെറി വിളിക്കുന്ന ച്ചുകൊണ്ട് സംസ്കാരം നഷ്ടപ്പെടുത്തുന്നല്ല, പല രീതിയിൽ, അല്ലെ? റെസ്പെക്ട് കൊടുക്കാത്ത, അല്ലെ? നമ്മൾ ഇതേ സംസാരം പുറത്തൊരാളടുത്ത് പോയി സംസാരിക്കില്ല, വീട്ടിനകത്ത് സംസാരിക്കുന്നത് പോലെ, അല്ലെ? വീട്ടിലുള്ള അവരുടെ ആരാണെങ്കിലും അവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, അവരുടെ നെഗറ്റീവ് പോയിന്റ്സ് കുത്തി പറഞ്ഞുകൊണ്ട്, അല്ലെ? ഇങ്ങനെയുള്ള ഒരു സംസാരം നമ്മൾ ഒരു പക്ഷെ പുറത്തു നിന്ന് സംസാരിക്കില്ല, സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ റിഫൈൻഡ് അല്ലാത്ത, സംസ്കാരമില്ലാത്ത സംസാരം ഒക്കെ നമ്മുടെ കുടുംബത്തിനകത്ത് സംസാരിക്കുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു പൊളൈറ്റ്നെസ്, മര്യാദ, വിനയം, ജെന്റിൽനെസ്, സൗമ്യത, റിഫൈൻമെന്റ്, സംസ്കാരം ഒക്കെ നമ്മൾ വീട്ടിനകത്ത് സംസാരിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ഒരു ഡയലോഗ് സ്മൂത്ത് ആവുന്നത്, വെൽവെറ്റ് ആവുന്നത്, സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊക്കെ ട്രഡീഷണലി പഠിച്ചു വെച്ചത് എന്താണ്? നമ്മൾ വളരെ റോ ആയിട്ടുള്ള എന്താ വായി തോന്നുന്നത് അല്ലെങ്കിൽ എന്താ മനസ്സിൽ വരുന്നത് അത് അതേപോലെ, ഞാൻ വീണ്ടും പറയണം, അവിടെ ഒരു മോശം വാക്ക് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ തെറി പറയുന്നതോ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഓപ്പോസിറ്റ് സൈഡിന്, അതായത് നമ്മൾ ആരോടാണോ പറയുന്നത്, അത് കുട്ടികളായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, ഉമ്മയായിക്കോട്ടെ, സഹോദരി ആയിക്കോട്ടെ, പാപ്പയായിക്കോട്ടെ, ആരാണെങ്കിലും അവർക്ക് എന്ത് ഫീല് ചെയ്യും എന്ന് ഒത്തിരി പോലും ചിന്തിക്കാതെ, അല്ലെ, അപ്പൊ തന്നെ എടുത്തടിച്ച പോലെ നമ്മൾ പറഞ്ഞ് അവരെ ഫീലിങ്സ് ഒന്നും നോക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സംസാര രീതിയാണ് നമ്മൾ കുടുംബങ്ങളുടെ അകത്ത് പഠിച്ചു വെച്ചിട്ടുള്ളത്. അവരുടെ ഫീലിങ്സ് എന്താണ്, അവർക്ക് ഈവൻ അവരുടെ റിയാക്ഷൻ എന്താണ്, അതുപോലെ നമ്മൾ കൺസേൺഡ് അല്ല. കാരണം നമ്മളെ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞ ഓൾ അങ്ങനെ പ്രതികരിക്കുള്ളൂ, അല്ലെ? അപ്പം അവരുടെ റിയാക്ഷൻ നോക്കിയിട്ട് നമ്മൾ വേറെ വ്യത്യസ്തമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുന്ന ഒന്ന് ഐഡിയയെ നമുക്കില്ല, സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്നാ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഈവൻ നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെ, അവിടെ നമുക്ക് എന്താ ഒരു പൊളൈറ്റ്നെസ്സും ശാന്തതയും, മര്യാദയും ഒക്കെ നമുക്ക് തോന്നിപ്പിക്കാൻ, കാരണം തോന്നിപ്പിക്കുന്നതാണ്. കാരണം നമ്മളടുത്ത് അത് ഒറിജിനലി ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അത് വീട്ടിൽ കാണിക്കട്ടെ. പക്ഷെ നമ്മൾ ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അത് അഭിനയിക്കുകയും ഭാവിക്കുകയും ഒക്കെ ചെയ്യും, ഇതുപോലെയുള്ള എല്ലാ സംഭവങ്ങളും, മര്യാദയും ശാന്തതയും, സുബ്ഹാനല്ലാഹ്, അല്ലെ? എന്നിട്ട് അവര് പറയുന്നത് വളരെ നല്ല ക്ഷമയോടുകൂടി കേൾക്കും. എവിടെ? പുറത്തായിരിക്കുമ്പോ, പുറത്തുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ അവർക്ക് തോന്നും, ഓ എന്ത് നല്ല, അല്ലെ? എന്നാ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ, സുബ്ഹാനല്ലാഹ്, നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെ? ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മളെല്ലാവരും ഇതിനകത്ത് പെട്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ്, സുബ്ഹാനല്ലാഹ്. ഇതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത്, അത് ഏത് രീതിയിലുള്ള ആൾക്കാരാണെങ്കിലും, അത് കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇനി അപരിചിതരാണെങ്കിലും, അവരുടെ അടുത്ത് നമ്മൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പീരീഡ് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നുള്ളൂ, വളരെ കുറച്ചു നേരം സംസാരിച്ചാൽ മതി. കുറച്ചു നേരം അഭിനയിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പക്ഷെ വീട്ടിലെ കാര്യം അങ്ങനെയല്ല, അല്ലെ? കുറേ നേരം നമ്മൾ അഭിനയിക്കേണ്ടി വരും. കാരണം നമ്മുടെ നേച്ചർ അതല്ല. നമ്മളുടെ ആ ഒരു ബേസിക് സ്വഭാവം മര്യാദയുള്ള, സൗമ്യതയുള്ള, ശാന്തമായിട്ട്, അല്ലെ, ഓപ്പോസിറ്റ് സൈഡിന് വിഷമമാകുമോ എന്ന് ചിന്തിച്ച് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കുന്ന രീതിയൊന്നും നമ്മുടെ നേച്ചറിൽ പെട്ടതല്ല. അതുകൊണ്ട് അഭിനയിക്കണം. അപ്പൊ അഭിനയം പുറത്ത് കുറച്ച് എളുപ്പമാണ്, സുബ്ഹാനല്ലാഹ്. പക്ഷെ വീട്ടിനകത്ത് ആവുമ്പം അത് ഒരുപാട് നേരം വരും. അതുകൊണ്ട് അതത്ര എളുപ്പമല്ല, സുബ്ഹാനല്ലാഹ്. അപ്പം ഇതേ ക്വാളിറ്റീസ് നമ്മൾ പുറത്തുള്ളവരുടെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതേ ക്വാളിറ്റീസ് നമുക്ക് വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ, പുറത്തുള്ളവർ സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര ക്ഷമയോടുകൂടി അതിനെ ലിസൺ ചെയ്യുന്നു, എത്ര മര്യാദയോടുകൂടി അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, അവർക്ക് അവരുടെ ഫീലിങ്സിനെ ട്രിഗർ ചെയ്യാത്ത രീതിയിൽ നമ്മൾ അവരോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതേ ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് വീട്ടില് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതിന്റെ അർത്ഥം നമ്മളും, അല്ലെ, നമ്മളെ പേഴ്സണാലിറ്റിയും നമ്മുടെ കുടുംബങ്ങളും ശരിക്കും ശരിയായ രീതിയിലുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടർ, സംസ്കാരമുള്ള സ്വഭാവമായി മാറി എന്നാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം വീട്ടില് സ്വന്തം ഭാര്യമാരെടുത്തോ മക്കളുടെ അടുത്തോ എപ്പോഴെങ്കിലും നമ്മളിപ്പോ നമ്മളെ വീടുകളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പോലെ സംസാരിച്ചതായിട്ട് എന്തെങ്കിലും ഒരു റെഫറൻസ് നമ്മളടുത്തുണ്ടോ? എന്തെങ്കിലും ഒരു ഹദീസ്? സുബ്ഹാനല്ലാഹ്, അല്ലെ? അത്രയും ഭംഗിയായിട്ട് അത്രയും സ്മൂത്ത് ആയിട്ടുള്ള സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഓരോ സംസാര രീതിക്കും നമുക്ക് ന്യായീകരണങ്ങളുണ്ട്. അത് അവൾ അങ്ങനെ ആയതുകൊണ്ട്, ഇവൾ ഇങ്ങനെ ആയതുകൊണ്ട്, സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്, അത് അങ്ങനെ ആയതുകൊണ്ട്, എനിക്ക് ദേഷ്യത്തില, ഞാൻ തിരക്കിലായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ബോഡി വീക്ക് ആയതുകൊണ്ട്. ശരിയാണ്, നമ്മൾ മനസ്സിനെ വഴി നമുക്ക് ബോഡി വീക്ക് ആകുമ്പോഴേക്കും നമുക്ക് കൺട്രോൾ കിട്ടാതെ പോകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചും ചോദിച്ച് ശിക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവനല്ല റബ്ബ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷേ നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ, അതിനുവേണ്ടി ദുആ ചെയ്യുമ്പോൾ, അതിനുവേണ്ടി പഠിക്കുമ്പോൾ, സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ, പോകെ റബ്ബ് നമുക്ക് എളുപ്പം തരും. നമ്മൾ ഇന്ന് വരെ നമ്മുടെ സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പുറത്തുള്ളവരുടെ അല്ലേ? വീട്ടിലുള്ളവർ ഈ ഒരു നിയമത്തിൽ നമുക്ക് പെട്ടവരേ ആയിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് ദൂരം മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുക്കാൻ ഒത്തിരി പ്രയാസമാണ്. പക്ഷെ നമ്മൾ തീരുമാനിക്കുക, ദുആ ചെയ്യുക, കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കുക. അതിനു വേണ്ടി തന്നെയാണ് റിഫ്ലക്ഷൻസ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ടാർഗറ്റ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യൂല. ഇതങ്ങ് കേട്ടിട്ട് വിടും, അല്ലെ? ക്ലാസ് കേൾക്കുമ്പോൾ നല്ല ഒരു സുഖമാണ്, ഇങ്ങനെ ഒരു ആശ്വാസമാണ് അതൊക്കെ കേൾക്കുമ്പോൾ. എന്നിട്ട് ഇങ്ങനെ സ്വപ്നം കാണാൻ അതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനൊക്കെ നല്ല എളുപ്പം. ക്ലാസ് അങ്ങോട്ട് കഴിയുമ്പോൾ അതങ്ങോട്ട് മറന്ന് പഴയ ഭദ്രകാളി കുപ്പായ എടുത്തിടാൻ അതിനേക്കാളേറെ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും സീരിയസ് ആയിട്ട് അത് എടുക്കുകയും അതിൽ ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ദ്വാ ചെയ്യുകയും പാളിപ്പോകുമ്പോൾ വീണ്ടും റബ്ബിന്റെ അടുത്ത് ഏറ്റു പറഞ്ഞ് ദ്വാ ചെയ്യും, എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് റബ്ബിന്റെ അടുത്ത് ചോദിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റബ്ബ് മാറ്റങ്ങൾ വരുത്തും, എളുപ്പാക്കി തരും റബ്ബ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമുക്ക് പറ്റൂല, അല്ലെ? നമുക്ക് നമ്മളെ എളുപ്പം എന്ന് പറയുന്നത് എന്താണ്? സുഖിച്ച് ക്ലാസ് കേട്ടിരുന്നു, അത് കഴിയുമ്പോൾ അത് അങ്ങോട്ട് മറന്നു, അടുത്ത ക്ലാസ് വരുമ്പോൾ അതും കേട്ട്, അല്ലെ? ആ ക്ലാസ് കേൾക്കുമ്പോൾ ആ ഒരു സമാധാനമൊക്കെ എൻജോയ് ചെയ്ത് അത് കഴിയുമ്പോൾ അതും മറന്ന്, അല്ലെ? അതിനൊന്ന് സീരിയസ് ആക്കി എടുക്കാനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും അതിനെക്കുറിച്ച് തന്നെ ദുആ ചെയ്യാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. നമ്മൾ മാറിയേ മതിയാവും. സുബ്ഹാനല്ലാഹ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സുബ്ഹാനല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ, അല്ലെ, ഏറ്റവും ഉയർന്ന നിലയിൽ എത്തണം ആഗ്രഹിക്കുന്ന ദുആ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നാവ് കൊണ്ട് പറയുന്നത് പോലെ എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ വഴികൾ നമ്മളിലേക്ക് എത്തിക്കും. വഴികൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വഴികളിലൂടെ നടന്നേ മതിയാവും, അതിനകത്തുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചേ മതിയാവും. എന്നാലേ ആ പറഞ്ഞ സംഭവം കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം, അല്ലെ? അത്രയും കഷ്ടപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് ഫ്രീ ആയിട്ട് നമുക്ക് തരണമെങ്കിൽ ശരിക്കും ഒരു വ്യാമോഹല്ലേ അത്? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പം ഇത്തരത്തിൽ നമ്മൾ പുറത്തുള്ളവരടുത്ത് സംസാരിക്കുന്ന ആ ഒരു ക്വാളിറ്റി ഒക്കെ നമ്മൾ വീട്ടിൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നല്ലൊരു ഹൈ ലെവൽ ഓഫ് സംസ്കാരത്തിൽ എത്തിയ ആൾക്കാരാണ്. അതൊരു ഫുൾ ഡേ ഒരു ഒരു ദിവസമെങ്കിലും നമ്മൾ അത് വീട്ടിൽ പുറത്തുള്ളവരടുത്ത് പെരുമാറുന്ന പോലെ നമുക്ക് പെരുമാറാൻ പറ്റിയ, ഇതിന്റെ അർത്ഥം ഭയങ്കര ഫോർമൽ ആയിരിക്കണം, ഫോർമാലിറ്റി കാണിക്കണം എന്നല്ല കേട്ടോ. ശരിക്കും വീട്ടുകാരുടെ അടുത്ത് നമുക്ക് കുറച്ചും കൂടെ ഒരു ക്ലോസ്നെസ് ഉണ്ടാവും, അല്ലെ? നമ്മൾ കുറച്ചും കൂടെ എന്താ പറയാ, ഒരുപാട് ചിന്തിക്കാതെയൊക്കെ നമ്മൾ സംസാരിക്കാൻ താക്കൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്തെങ്കിലും പറയുമ്പം അവർക്ക് അതെങ്ങനെ, അവരുടെ ഫീലിങ്സ് എങ്ങനെയാണ് അതിനെ ട്രിഗർ ചെയ്യാന്ന് ആലോചിച്ചിട്ട് നമ്മൾ സംസാരിക്കണം എന്നാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പോളിഷ് ആയിട്ടുള്ള ഡയലോഗുകൾ നമ്മളെ കുടുംബങ്ങളെയും, അല്ലെ, ഒക്കെ കുറേ മാറ്റം വരുത്താൻ വേണ്ടി സഹായിക്കും. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം, ഒരു പ്രശ്നം വരുമ്പം അതിനുവേണ്ടി ഇരിക്കുമ്പം അതിൽ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വേറിട്ട് മനസ്സിലാക്കി ഓരോരുത്തരുടെയും ഐഡിയോളജീസ് ഒക്കെ നമ്മൾ എടുത്ത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടടുത്ത് അപ്രീഷിയേറ്റ് ചെയ്ത് മാറ്റം വരുത്തേണ്ടടുത്ത് മാറ്റം വരുത്തി എല്ലാവരും മാറ്റം വരുത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, അഹം എന്ന് പറയുന്ന ഞാൻ എന്ന ഭാവം അങ്ങോട്ട് പറിച്ചു കളഞ്ഞ്, അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾക്ക് മാറ്റം വരുത്തുമ്പോൾ ശരിക്കും നമ്മൾ ഒരു വീടിനകം എന്ന് പറയുന്നത് അതാണ് നമ്മളുടെ ജന്ന. അവിടെ നമ്മൾ ജന്നക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് പുറത്ത് എവിടെയും കിട്ടൂല. അത്രയും വലിയൊരു ലാബ് സെറ്റപ്പ് നമുക്ക് പുറത്ത് എവിടെയും കിട്ടൂല. നമുക്ക് ഫെയിലായ വീണ്ടും തിരുത്താനുള്ള അവസരം വീട്ടിനകത്ത് മാത്രമേ ഉള്ളൂ. പുറത്തുള്ളവരിലെ
ഒന്നോ രണ്ടോ പ്രാവശ്യം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മളെ കട്ട് ചെയ്ത് കളയും. ഓള് ശരിയാവില്ല, അല്ലെ, ആ എംപ്ലോയി ശരിയാവില്ല, ആ സ്റ്റുഡന്റ് ശരിയാവില്ല, ഫെയിൽ ആയി പോട്ടെ, അടുത്ത ഒരു കൊല്ലം കൂടെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളെ വീട്ടിനകത്തുള്ളവരെ നമ്മൾ അത്ര പെട്ടെന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കൂല. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും 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 ഫെയിൽ ആയിട്ട് പഠിക്കാൻ അവസരമുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും തിരുത്താറില്ല എന്നുള്ളതാണ് സുബ്ഹാനല്ലാഹ്. അപ്പം അത്തരത്തിലുള്ള മാറ്റം നമ്മൾ വീടുകളിൽ കൊണ്ടുവരികയാണെങ്കിൽ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഉറപ്പായിട്ടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ആകർഷകമായിട്ടുള്ള ആ ഒരു പേഴ്സണാലിറ്റി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും. ഓക്കെ, നമ്മൾ ഓരോരുത്തരും അങ്ങനെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട്, ടെൻഡർ ആയിട്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന, വളരെ നയത്തോടു കൂടി സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ശരിക്കും നമ്മളുടെ ആ ഒരു മാതൃക മതി നമ്മുടെ ദീനിനെ പ്രചരിപ്പിക്കാൻ, അല്ലെ? നമ്മൾ ഒരുപാട് പ്രസംഗ കലയൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അല്ലെ, നമ്മുടെ ആ ഒരു മാതൃക കാണിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ തന്നെ, ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന റിസൾട്ട് കാണുമ്പോൾ തന്നെ ആളുകൾ, ഓ, ഇത് ഇസ്ലാം ആണെന്ന് അവരതിനകത്ത് അട്രാക്റ്റഡ് ആവും. അവരറിയാൻ ശ്രമിക്കും എന്താണ് ഈ വീട്ടിൽ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ വീട്ടിലും ഇവിടുത്തെ ആൾക്കാർക്കും ഇത്രയും ആ ഒരു കാംനെസ്, ഇങ്ങനെയാണ് ഇവർ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതെന്ന് അറിയാൻ ശ്രമിക്കും ആളുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു ഫീലിംഗ് ഓരോരുത്തർക്കും. അത് നമ്മൾ ചിലപ്പോൾ ഒരു സംസാരത്തിന് വേണ്ടി ഇരിക്കുമ്പം ശരിയാണ്, ആ സംസാരത്തിന് ആ ഒരു പ്രശ്നത്തിന്റെ സൊല്യൂഷന് വേണ്ടി ആയിരിക്കും നമ്മൾ ആ ഇരുത്തം, അല്ലെ? ഒരു അരമണിക്കൂർ നമ്മൾ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അവിടെ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിനേക്കാൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ശരിയാണ്, നമ്മൾ ഡയലോഗിന് വേണ്ടി ഇരിക്കുന്നത് തന്നെ എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലേ. കാരണം നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു, ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചറാണ്. മനുഷ്യന്മാരെല്ലാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും പല കാര്യങ്ങളും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഡയലോഗിന് ഇരിക്കേണ്ട കാര്യം തന്നെ അതാണ്. എല്ലാവരും ഒരേ അഭിപ്രായം ഉള്ളവരാണെങ്കിൽ ശരിക്കും സംസാരിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല, അല്ലെ? അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കും. പക്ഷെ വ്യത്യസ്ത അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും, അല്ലെ, ഡിസഗ്രിമെന്റ് ഉള്ള അല്ലെങ്കിൽ എതിരഭിപ്രായമുള്ള കാര്യങ്ങളിൽ ഒന്നിച്ചിരുന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളുടെ ഉദ്ദേശം. പക്ഷേ അതായിരിക്കരുത് നമ്മുടെ ഏറ്റവും പരമമായിട്ടുള്ള ആ ഒരു എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുവഴി ഉണ്ടാകുന്ന ആ ബോണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എങ്ങനെയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു സിറ്റിങ്ങിന് ഇരിക്കുക. ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് എൻവയോൺമെന്റ്, അല്ലെ, അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് പ്രശ്നത്തിന് പരിഹാരം. കാരണം അവിടെ ആ ഒരു ബന്ധം ബ്രേക്ക് ആയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നാളെ അവർ തമ്മിൽ ചിലപ്പോൾ കണ്ടോളണമെന്നില്ല. പക്ഷെ കുടുംബം എന്ന് പറയുന്നത് അവിടെ ബോണ്ടിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. അപ്പം ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ വീടുകളിൽ സംസാരങ്ങൾക്ക് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ, എന്ത് സംസാരമാണെങ്കിലും, അല്ലാതെ വെറുതെയുള്ള സംസാരമാണെങ്കിലും, എപ്പോഴും, അല്ലെ, ആ ഒരു വിശാല മനസ്സോടുകൂടി അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും 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 പറഞ്ഞ് ഇടങ്ങേറാക്കിയിട്ട് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മെല്ലെ ഒന്ന് പുറകോട്ട് കാലുവെക്കാൻ. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ നമ്മൾ സംസാരിച്ച് പഠിക്കുമ്പം ശരിക്കും ഒരു വീട്ടില് 10 ആൾക്കാർ 10 സ്വഭാവം ഉള്ളവരാണെങ്കിലും അവർ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ എന്ന് തോന്നിക്കുമാറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള വീടുകൾ ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്. അത്രയും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും അത്രയും ഒരു കെയറിങ്ങും ഷെയറിങ്ങും ബാക്കിയുള്ളവരുടെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ആ വീട്ടിലെ കാര്യങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്ന വീടുകളൊക്കെ ഉണ്ട്, മാഷാ അല്ലാഹ്. അപ്പം ഈ ഒരു ബന്ധം, അല്ലെ, നമ്മൾ മുമ്പും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ കാര്യത്തിൽ. ഇവിടെ സമീറത്ത് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് കണക്ട് ബിഫോർ കറക്റ്റിംഗ്, അല്ലെ? കണക്ട് ബിഫോർ കറക്റ്റിംഗ്, അതായത് കുട്ടികളെ കറക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ആ ഒരു ബന്ധത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഒരു സ്മൂത്ത് ഡയലോഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അങ്ങനെ ഒരു കാര്യം നമ്മുടെ ഒരു ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമ്മൾ അറിയണം നമ്മൾ ആരോടാ സംസാരിക്കുന്നത്. നമ്മളെ മക്കളോടാണോ, ഹസ്ബൻഡിനോടാണോ, ആരോടാണോ സംസാരിക്കുന്നത്, നമ്മൾ അവർക്ക് ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും
ആർക്കും തന്നെ അവരുടെ ഇണകൾക്ക് എന്ത് പറഞ്ഞാൽ ആ സന്തോഷം ഉണ്ടാവാന്നുള്ളത് അറിയണ്ടാവില്ല, മക്കൾക്ക് എന്ത് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാവാന്നുള്ളത് അറിയണ്ടാവില്ല അല്ലെ. ഇതൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഓ വെറും സന്തോഷം മാത്രം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഉപദേശിക്കാൻ പറ്റുമോ, തിരുത്താൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അതിനും ഒരു വഴിയുണ്ട്. ചിലപ്പം അല്ലെ നമ്മള് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഒരു 4 പ്രാവശ്യം അവര് ചെയ്ത അല്ലെ, അവരെ A to Z നമ്മൾ പഠിപ്പിക്കാനിരുന്നു വെച്ചാൽ, ABCD Z വരെ പഠിപ്പിക്കാനിരുന്നു വെച്ചാൽ, അപ്പം ആ കുട്ടി A to J വരെ എഴുതിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ K മുതൽ Z വരെ എഴുതാത്ത കുറ്റം പറയുന്നതിന് പകരം മാഷാ അല്ലാഹ് നീ A മുതൽ J വരെ എഴുതിയല്ലോ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്ന റിസൾട്ട് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ടില്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടില്ലെങ്കിൽ തിരുത്താൻ പറ്റൂലല്ലോ എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് സന്തോഷം കൊടുത്തിട്ട് തിരുത്തുന്നത് എങ്ങനെയാന്ന് നമ്മൾ പഠിച്ചേ മതിയാവും. അപ്പം ഓപ്പോസിറ്റ് സൈഡിന്റെ ആ ഹാർട്ട്, അവരുടെ ഹൃദയത്തിന് സന്തോഷം കിട്ടുന്ന എന്ത് വർത്തമാനം പറഞ്ഞിട്ട് ആണ് നമുക്ക് ആ ഒരു ഡയലോഗിനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള ആ ഒരു ചിന്ത ഇല്ല തന്നെ, നമുക്ക് ആർക്കും തന്നെ ഇല്ല അല്ലെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിലേക്കെങ്കിലും കയറി കഴിഞ്ഞാൽ ഒരു തരം എന്താ പറയാ, ഞാൻ ചിന്തയാണ് മെയിൻ. ഓക്കെ, ഞാൻ ശരി, എന്റെ ശരികൾ, ഞാൻ പറയുന്നത് ശരി, എന്റെ ഐഡിയോളജീസ് ബാക്കിയുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ള ചിന്തയോട് കൂടിയാണ് മിക്കവാറും നമ്മൾ വീടുകളിൽ സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ ഹൃദയത്തിന് ഒരു കുളിർമ കിട്ടുന്ന എന്ത് സംസാരത്തിലൂടെ എന്നിലേക്ക് അവരെ അടുപ്പിക്കാൻ പറ്റുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റൂല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതി അതാണ് നമുക്ക്. എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ. 40 വർഷം മുശ്രിക്കുകളുടെ ഇടയിൽ വിശ്വസ്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് 40 വർഷത്തിന് ശേഷം വിശ്വസ്തനായിട്ട് ഇതുപോലെയുള്ള ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു മെസ്സേജ് അവരിലേക്ക് എത്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയത്. അവരിലെ പല പുലികളെയും ഈ ഒരു മെസ്സേജിലേക്ക് അട്രാക്റ്റഡ് ആക്കാനും ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറ്റിയത്. അപ്പം അവർക്ക് സന്തോഷം കൊടുക്കുന്ന, കുളിർമ കൊടുക്കുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ നമുക്ക് അറിയില്ല. നമുക്ക് പകരം അവരെ എങ്ങനെ ഉള്ളിൽ നിന്ന് ഇളക്കി വിടാം അല്ലെ, എങ്ങനെ അവരുടെ ഉള്ളിലെ ദേഷ്യത്തിനെ പുറത്തേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവരെ മൊത്തത്തിൽ ട്രിഗർ ചെയ്യിക്കാം, അതുപോലെയുള്ള അത് നമ്മൾ ആലോചിച്ച് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ, അവരെ വെറുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. പക്ഷെ നമ്മൾ അങ്ങനെയുള്ള സംസാരങ്ങളോട് നമ്മൾ യൂസ്ഡ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇനി അതല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അതായത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഭയങ്കര ക്ഷമയാണ്, ഞാൻ ഒന്നും തിരിച്ചു പറയില്ല, അതുകൊണ്ട് ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്, അതൊരു ശരിയാക്കി കൊണ്ട് നടക്കുന്നവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ തുടക്കത്തിൽ തന്നെ ഈ കാര്യം പറയുന്നു. നമ്മളെ ഓപ്പോസിറ്റ് സൈഡിൽ അല്ലെ, നമ്മളെ ഒരു വീട്ടിനകത്ത് സുബ്ഹാനല്ലാഹ് ഓരോരുത്തരും പല പല അഭിപ്രായങ്ങളുള്ളവരാണ്. പല പ്രശ്നങ്ങളും ഉണ്ടാവും നീറിപ്പോകുന്നത്. അത് സംസാരിക്കാതെ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് അത് സോൾവ് ചെയ്തെന്ന് വിചാരിക്കുന്നതിനേക്കാളും അതിനൊരു സംസാരത്തിലേക്ക് കൊണ്ടുവന്ന് അതിൽ ഓരോരുത്തരെ കൊണ്ടും ചിന്തിപ്പിച്ച് ഓരോരുത്തരെ കൊണ്ടും സൊല്യൂഷൻസ് കാണിപ്പിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഞാനീ പറഞ്ഞ ഈ പരമമായ ക്ഷമാലു ആ വീട്ടിൽ ഉള്ളിടത്തോളം കാലമേ ഈ കാര്യം സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. ആ വ്യക്തി ആ വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊട്ടിത്തെറിയായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലും പ്രശ്നമുള്ള ആള് പുറത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ ക്ഷമയുള്ള ആള് പുറത്തുണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലേ. അപ്പൊ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ തിരുത്താനും ഇതാക്കാനും ഒക്കെ നമ്മൾ ഒരാൾ ക്ഷമിച്ചത് കൊണ്ടെല്ലാം ആയി എന്ന് വിചാരിക്കുന്നത് ശരിക്കും ഫുളിഷ്നെസ് ആണ്. പകരം അതിരുന്ന് സംസാരിച്ച് അവരെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി അവർക്ക് സൊല്യൂഷൻസ് കൊടുത്ത് അവരെ സ്നേഹത്തോടു കൂടി ചേർത്ത് നിർത്തി നമ്മൾ തിരുത്തുമ്പോൾ നമ്മൾ ഒരു നല്ല ഒരു സമൂഹത്തിലേക്കാണ് നമ്മളെ മക്കളെയോ അല്ലെ നമ്മളെ കുടുംബത്തിനെയോ ഇറക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പകരം നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് എന്റെ സ്വർഗം അത് മാത്രം മതി അല്ലെ, ഞാൻ ക്ഷമിക്കുന്നു എന്റെ സ്വർഗം, എന്റെ ഹിക്മത്തും എന്റെ ഉപദേശവും എന്റെ എന്താ പറയാ തിരുത്തലുകളൊന്നും ആർക്കും കൊടുക്കണ്ട, എന്റെ കുടുംബത്തിനും കൊടുക്കണ്ട, അവര് തെറ്റായ വഴിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ, എന്റെ സ്വർഗം ഞാൻ ക്ഷമിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കേസിൽ നമുക്ക് അതന്നെ മാർഗമുള്ളൂ, നമ്മൾ നമ്മളെ സ്വർഗം നോക്കാം. പക്ഷെ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തേ മതിയാവും. ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇരുന്ന് സംസാരിച്ചേ മതിയാവും. റിസൾട്ട് അള്ളാഹുവിൽ വിട്ടുകൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ പൊതുവെ മറ്റുള്ളവർ ഓപ്പോസിറ്റ് സൈഡിനെ മൊത്തത്തിൽ ഇളക്കി വിടുന്ന സംസാരങ്ങൾ, ഇൻസൾട്ട് ചെയ്യുന്ന സംസാരങ്ങൾ, അവരിലെ കുറ്റങ്ങൾ പറയുന്ന സംസാരങ്ങൾ, അവരെ വെറുപ്പിക്കുന്ന, ദേഷ്യപ്പെടുത്തുന്ന, സംശയം ഉണ്ടാക്കുന്ന സംസാരങ്ങൾ പറഞ്ഞങ്ങോട്ട് ശീലിച്ചു പോയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ മാറിയ മതിയാണ്. അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡിസ്കഷന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുട്ടികളുടെ പല പ്രശ്നങ്ങളും പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് നമ്മൾ അവരുടെ പ്രായത്തിൽ എന്തായിരുന്നു, ഇനി അഥവാ നമ്മൾ നല്ല വല്ല കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ അതിന്റെ റീസൺ എന്തായിരുന്നു അല്ലെ, നമ്മളെ ബ്രെയിൻ അന്ന് എന്തായിരുന്നു, അവരുടെ ബ്രെയിൻ ഇന്ന് എന്താണ്, അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക്
അവർക്കും കൂടെ പ്രാക്ടിക്കലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങും. അതിനൊന്നും കഴിയൂല, നമുക്ക് ഒരടിക്ക് പ്രശ്നം, ഒരടി ഒരു വെട്ടും, എന്താണ് വെട്ടൊന്ന് തുണ്ടം രണ്ട്, അതാണ് നമ്മളുടെ സ്റ്റൈലോ. ഒരടിക്ക് നമുക്ക് സൊല്യൂഷൻ വേണം. എന്നാൽ ഇതേ അടി നമ്മൾ എത്ര പ്രാവശ്യം അടിച്ചാലും സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അതേ ചെയ്യുള്ളൂ എന്നുള്ളതാണ് വേറെ അതിന്റെ ഒരു പ്രത്യേകത. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരു ഉദാഹരണം പറയാം. ഒരു കുട്ടി ഒരു UP സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു മോൻ വീട്ടിലേക്ക് വന്നിട്ട് പറയാം, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്, ഞാൻ ക്ലാസ്സിൽ 3rd ആണ് എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ മൂത്ത സഹോദരൻ വന്നിട്ട്, ഓ മാഷാ അല്ലാഹ്, അടിപൊളിയാണല്ലോ, അപ്പൊ നിനക്ക് ആ ജോഗ്രഫിയിൽ ഭയങ്കര പ്രശ്നമായിരുന്നല്ലോ, നീ എന്ത് ചെയ്തു, അതിനെങ്ങനെ നീ മാർക്ക് സ്കോർ ചെയ്തു എന്ന് ഏട്ടൻ ചോദിക്കണം. അപ്പം ഈ മോൻ പറയും, ജോഗ്രഫി സാർ എനിക്കൊരു ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു, അപ്പം അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കഴിഞ്ഞ എക്സാമിന് മാർക്ക് കൂട്ടിത്തരാന്ന് സാറ് പറഞ്ഞു. അപ്പൊ ഞാൻ അത് ചെയ്യുകയും ചെയ്തു, സാർ എനിക്ക് മാർക്ക് കൂട്ടിത്തരുകയും ചെയ്തു, അങ്ങനെ ഞാൻ ക്ലാസ്സിൽ 3rd ആയി. അപ്പം ഈ മൂത്തേട്ടൻ പറയും, മാഷാ അല്ലാഹ്, അത് അടിപൊളിയായിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, ഇനി നിനക്ക് എന്റെ ചെലവിൽ നമുക്ക് ഇന്നൊരു സെലിബ്രേഷൻ നടത്താമെന്ന് ഈ മൂത്തേട്ടൻ പറയാം. മാഷാ അല്ലാഹ്, ആ പറഞ്ഞ കുട്ടീന്റെ മനസ്സിലും ഒരു സന്തോഷമാണ്, ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏട്ടന്റെ മനസ്സിലും ഒരു സന്തോഷമാണ്. ഓക്കെ. ഇനി പകരം ഈ ചെറിയ കുട്ടി ഇതേപോലെ വന്നിട്ട് പറയാം, ഞാൻ ക്ലാസ്സിൽ 3rd ആണെന്ന്. അപ്പൊ തിരിച്ച് ഏട്ടൻ പറയാണ്, നിന്റെ ക്ലാസ്സിലുള്ള കുട്ടികളല്ലേ എല്ലാം മടിയന്മാരാ, സുബ്ഹാനല്ലാഹ്, ഫസ്റ്റ് വരെ കിട്ടാൻ എളുപ്പാ നിന്റെ ക്ലാസ് ആണെങ്കിൽ, അല്ലെ? നാച്ചുറൽ അല്ലേ, നമ്മളൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള സംസാരങ്ങൾ നടക്കാറില്ലേ? അല്ലെങ്കിൽ പറയാം, നിന്റെ ടീച്ചർമാരല്ലേ ഓരോന്നും വലിയ സ്ട്രിക്റ്റ് ഒന്നുമല്ല, വെറുതെ മാർക്ക് ഇട്ട് തരും, എന്റെ ടീച്ചറൊക്കെ ആയി നോക്കണം, ഞാൻ പഠിക്കുന്ന സ്കൂളിലൊക്കെ ആയി നോക്കണം, വെറുതെ പാസ്സാവാൻ തന്നെ നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നിന്നെ ഒന്നിനും കൊള്ളൂല ബേസിക്കലി എന്ന് വരുത്തി തീർക്കുന്ന സംസാരങ്ങൾ, അല്ലെ? അവിടെ ഫീലിങ്സ് ഹേർട്ടായോ ആ കുട്ടീന്റെ? ആയി. സുബ്ഹാനല്ലാഹ്. ഇവിടെ ബ്രദറിന് ശരിക്കും എന്താ താൽക്കാലികമായ ഒരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെ, അവന്റെ മേലെ ഞാൻ കയറി നിന്നു, പക്ഷെ അവനും അത് ശരിക്കും ഹേർട്ട് ആവും. അപ്പം ഈ കുട്ടി, ചെറിയ കുട്ടി വിചാരിക്കാൻ വന്നാലും ഇക്കാക്കൊക്കെ എന്നോട് ഒരു സ്നേഹമില്ലല്ലേ, ചിലപ്പോ എന്നോട് അസൂയായിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്, അല്ലെ? അതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യാതിരുന്നത്. അപ്പം ആ വിഷമം അല്ലെങ്കിൽ ആ ചിന്തകൾ മനസ്സിൽ അവിടെ കിടക്കും, അല്ലെ? ഒന്ന്, ഇക്കാക്കൊക്കെ എന്നോട് സ്നേഹമില്ല, 2, ഇക്കാക്കൊക്കെ എൻ്റെ അടുത്ത് അസൂയാണ്. വേറൊരു ഗുഡ് ന്യൂസ് വരുമ്പോൾ ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഈ ഇക്കാക്കൻ്റെ അടുത്ത് വന്ന് പറയാൻ തോന്നൂല, അല്ലെ? നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കവാറും നമ്മളെ മക്കളെ ഇതുപോലെ നമ്മൾ ഡിസ്മിസ് ചെയ്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അവരെന്തെങ്കിലും ഒരു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു കാര്യം കൊണ്ടുവന്ന് പറഞ്ഞാല് അതിനെ നമ്മൾ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കി കളഞ്ഞിട്ടുണ്ടാവും. സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ നമ്മൾ പറയും, മോള നീ, അല്ലെ, ആരുടെ ബുദ്ധിയാ നിനക്ക് കിട്ടിയത്, അവർക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറില്ല. ഞാൻ അന്ന് നിന്നെ ആ സ്കൂളിൽ ചേർത്തിയത് കൊണ്ടല്ലേ, അല്ലെ, നിന്റെ ഉപ്പ ഇത്ര ഫീസ് ചെലവാക്കിയത് കൊണ്ടല്ലേ ആ കുട്ടി പഠിച്ചതിനും ഒന്നിനും ഒരു വാല്യൂ ഇല്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മാഷാ അല്ലാഹ്, നിന്റെ ഹാർഡ് വർക്ക് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, 20 മാർക്കിൽ 5 മാർക്ക് വാങ്ങി വന്ന കുട്ടിയോട്, അത് കഴിഞ്ഞ എക്സാമിന് ചിലപ്പോൾ 1 ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവും, നീ 5 വാങ്ങിയല്ലോ മാഷാ അല്ലാഹ്, നീ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യാണ്ട് നിനക്ക് 1-ന്ന് 5 ആക്കാൻ പറ്റൂല എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയാ, നിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര നിന്റെ മേലെ ചെലവാക്കിയിട്ടും എത്ര ട്യൂഷൻ തന്നിട്ട് ഒരു കാര്യമില്ല, നീ നന്നാവാൻ പോണില്ല. ട്രിഗർ ആയോ ഓപ്പോസിറ്റ് സൈഡിലെ ഹാർട്ട്? അതിന് വിഷമായോ, അല്ലെ? ഫീലിങ്സ് വന്നു, സങ്കടം വന്നു, എന്റെ വീട്ടിൽ ആർക്കും എന്നോട് ഇഷ്ടമില്ല എന്നുള്ള തോന്നൽ വന്നു. നാച്ചുറൽ ആണോ അടുത്ത പ്രാവശ്യം ഈ കുട്ടി ഇങ്ങനെ ഒരു ന്യൂസ് നമ്മളെ വീട്ടിലേക്കല്ല കൊണ്ടുവരിക, ഫ്രണ്ട്സിന്റെ അടുത്തേക്കാ കൊണ്ടുപോകാന്നുള്ളത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അപ്പം മിക്കവാറും നമ്മളൊക്കെ വീടുകളിൽ എടുക്കുന്ന ഒരു അപ്രോച്ച് ഇതാണ്, സംസാരം. നമ്മൾ ചിന്തിച്ചിട്ടൊന്നും ചെയ്യുന്നൊന്നും കേട്ടോ ഇത്. അതായത് അവരെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും വിചാരിച്ചത്, ഇത് നമ്മൾ ഇതിനോട് യൂസ്ഡ് ആണ്, ഇങ്ങനെയുള്ള സംസാരങ്ങളോട്. ചിന്തിക്കാതെ, അല്ലെങ്കിൽ അവർക്ക് വിഷമം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവില്ല എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ ഈ എന്താ പറയാ ശീലിച്ച കാര്യം എളുപ്പത്തിന്റെ പുറത്ത് നമ്മൾ പറഞ്ഞ് ശീലിച്ചതാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്. എഫേർട്ട് എടുത്ത് മാറ്റിയേ മതിയാവും, ചിന്തിച്ച സംസാരങ്ങൾ കൊണ്ടുവന്നേ മതിയാവും. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഒന്നും റിസൾട്ട് പെട്ടെന്നൊന്നും ഒരു പക്ഷേ കണ്ടോളണമെന്നില്ല, പക്ഷെ ഇതൊന്നും ഈ സ്റ്റെപ്പുകളൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മോശം റിസൾട്ടുകൾ എന്തായാലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന പല തിന്മകളും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ലൈറ്റായിട്ട് എടുത്തതിന്റെ, മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാത്തതിന്റെ റിസൾട്ട് തന്നെയാണ്. ഇനിയെങ്കിലും നമ്മളൊരു മാറ്റത്തിന് ശ്രമിച്ചേ മതിയാവും.
ഇനി അടുത്ത ഒരു കാര്യം, നമ്മൾ ഇതേപോലെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞത്, ഒരു ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, ചില പ്രത്യേക സിറ്റുവേഷൻസിൽ ചില കമന്റുകൾ നമ്മൾ പറയാനേ പാടില്ല. അത് ആ സാഹചര്യം നോക്കിയിട്ട് സംസാരിക്കാന്നുള്ളത് വേറൊരു ക്വാളിറ്റി. അതും ഈ പറഞ്ഞ പോലെ നമുക്കൊന്നും ഇല്ല എന്ന് പറയാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഓക്കെ, ഒരു 18 അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 20-21 വയസ്സായ ഒരു പെൺകുട്ടി, അതിന് ഒരു മാരേജ് പ്രപ്പോസൽ വന്നു. മാരേജ് പ്രപ്പോസൽ വന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പുറത്തുനിന്ന് വന്ന പ്രപ്പോസലാണ്. ഈ പെൺകുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി, പക്ഷെ വീട്ടുകാർക്ക് ഇഷ്ടമായില്ല, വീട്ടുകാർ അതിനെ റിജക്ട് ചെയ്തു. ഓക്കെ, പക്ഷെ ഈ കുട്ടിക്ക് ഇത് ഇഷ്ടമായത് കൊണ്ട് ഈ കുട്ടി പരമാവധി വീട്ടുകാരെയൊക്കെ കമ്പൽ ചെയ്ത് എനിക്ക് ഓക്കെയാണ്, ഇത് മതി എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം വീട്ടുകാർ ഇഷ്ടമല്ലാതെ ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ കുട്ടിക്ക് ഈ പ്രപ്പോസൽ ഇഷ്ടമായിട്ടുണ്ട്, വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതിന്റെ ഒരു വിഷമമുണ്ട്. സ്വാഭാവികമായിട്ടും വീട്ടുകാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അതിന്റെ കുത്തലും ചവിട്ടലും ഒക്കെ അവിടെ നടക്കുന്നുണ്ടാവും, ആ കുത്തുവാക്കുകളും ഒക്കെ. ഒരു ദിവസം രാത്രി മുഴുവൻ ഈ കുട്ടീനെ ഇരുന്ന് കരഞ്ഞിട്ട് അവസാനം ഇനിയിപ്പോ വീട്ടുകാർക്ക് ഇത്ര ഇഷ്ടമില്ലാണ്ടൊക്കെ ഇത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിഷമാവുമല്ലോ അല്ലെ എന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടി മനസ്സങ്ങോട്ട് മാറ്റി. ഓക്കെ, വേണ്ട, അവർക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് പോയി. ഉമ്മാന്റെ അടുത്ത് ഫുൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഉമ്മ കുഴപ്പമില്ല, എനിക്കത് വേണ്ട, നമുക്കത് ഒഴിവാക്കാം. ഈ ഉമ്മാക്ക് ശരിക്കും ഈ കുട്ടിയുടെ അടുത്ത് പലതും പറയാനുണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ടും ഉമ്മമാർക്ക് നമ്മളൊക്കെ പറയുന്നത് എന്തായിരിക്കും നമുക്ക് ചിന്തിച്ച് നോക്കാം. പക്ഷെ ഉമ്മക്ക് അവിടെ ഒരു സ്മൂത്ത് ഡയലോഗിന്റെ ആവശ്യകത അറിയുന്നുണ്ടെങ്കിൽ ഉമ്മക്ക് അറിയാം, മോളെടുത്ത് നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞല്ലേ, എന്തായിരുന്നു നിന്റെ മറ്റേ തീരുമാനം എന്നൊന്നും പറയാതെ അല്ലെ. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ കുട്ടി ഇപ്പം ഡിസിഷൻ മാറ്റി വളരെ ഭയങ്കര വിഷമത്തോടു കൂടി വന്ന ഒരു സമയമാണ്. അപ്പം ആ കുട്ടിക്ക് വേണ്ടത് സപ്പോർട്ടാണ്, ചേർത്ത് നിർത്തലാണ് അല്ലെ. ആ മൊമെന്റിൽ ആ കുട്ടിക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഉമ്മ മോളെ ചേർത്ത് നിർത്തിയിട്ട്, സാരയില്ല മോളെ, കരയണ്ട അല്ലെ, ഒന്ന് തല ഓടിയിട്ട്, അത് സാരമില്ല, പ്രശ്നമില്ല, നിനക്ക് ഇതിനേക്കാൾ ബെസ്റ്റ്, നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു മനുഷ്യൻ അള്ളാഹു കണ്ടുവച്ചിട്ടുണ്ടാവും, നീ ചെറുതല്ലേ, നിനക്ക് ഇതിനേക്കാൾ നല്ലത് ഇനിയും വരും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബന്ധത്തിൽ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് നീ അത് ബ്രേക്കായി തിരിച്ചു വരുന്നതിനേക്കാളും നല്ലതല്ലേ നമുക്ക് ഇതിനേക്കാൾ നല്ലതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഉമ്മക്ക് ശരിക്കും ഈ കുട്ടി മുമ്പ് എടുത്ത തീരുമാനം ഇഷ്ടമില്ലായിരുന്നു. എന്നിട്ട് പോലും കുട്ടി ആ തീരുമാനം മാറ്റി വന്നപ്പം എന്തേ നീ അന്ന് പറഞ്ഞിട്ട് കേൾക്കാഞ്ഞ് അല്ലെ. നമ്മളൊക്കെ ആണെങ്കിൽ ഫുൾ കുത്തി നോവിക്കലാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ. എന്തുകൊണ്ട് നീ ഇപ്പൊ മാറി, എന്താണ് നിനക്ക് ഇപ്പൊ ഒരു മാറ്റം, നമ്മളൊക്കെ പറഞ്ഞപ്പോ നിനക്ക് എന്തായിരുന്നു അല്ലെ, ഇല്ലെങ്കിൽ അവർ അങ്ങനത്തെ ആൾക്കാരാണ്, ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണ്. അപ്പം ഇതുപോലെയൊക്കെയുള്ള ഡിസ്കഷൻസ് ഒക്കെ കൊണ്ടുവരാം. അവൾ ആ ഒരു വേദനയിൽ നിന്ന് മാറി വന്നതിന് ശേഷം ഒരു പക്ഷേ അല്ലെ അതിനൊരു ഡിസ്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പം ആ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ടുള്ള സംസാരങ്ങൾ പലപ്പോഴും നമ്മളിൽ നിന്നൊന്നും വരാറില്ല. എങ്ങനെ പ്രത്യേകിച്ച് ഒരാൾ ചിലപ്പം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് പാടി വിഷമിച്ച് അതിങ്ങനെ തിരുത്താൻ അറിയാണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പൊ നമ്മൾ അവരെ ചേർത്ത് നിർത്തിയിട്ട് ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞതിന് പകരം നിന്റെ അടുത്ത് അതൊന്ന് പോകുമ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ നീ കേട്ടില്ലല്ലോ അല്ലെ, ഞാൻ എത്ര കൊല്ലായിട്ട് പറയുന്നതാണ്, അത് കേൾക്കാത്തതുകൊണ്ടല്ലേ അനുഭവിക്കുക അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ശീലിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേണ്ട അല്ലെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാക്കി ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ പേഴ്സണലി വളരെ ഓണറബിൾ ആയ ശ്രേഷ്ഠമായ ഒരു മനസ്സുള്ള ആൾക്കാരായിരിക്കണം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഔദാര്യം അല്ലെങ്കിൽ മഹാമനസ്കത ഉള്ള ആൾക്കാരായിരിക്കണം. അവരെ ഫീലിങ്സ് മനസ്സിലാക്കി കുഴപ്പമില്ല അല്ലെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞോ, ഇനി നമുക്ക് എങ്ങനെ തിരുത്താൻ നോക്കാം എന്നൊക്കെ ചിന്തിക്കണമെങ്കിൽ അപ്പം അവർക്ക് എന്ത് പറ്റും, കൂടുതൽ നമ്മളടുത്ത് ഷെയർ ചെയ്യാൻ പറ്റും. അതാരാണെങ്കിലും കേട്ടോ, അത് മക്കളായിക്കൊള്ളണമെന്നില്ല, ഭർത്താവായിക്കോട്ടെ, ഭർത്താക്കന്മാരും അവരും ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്ര വലിയ പുണ്യാളന്മാരാണ്. അവർക്ക് അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്ന ചില ഏരിയാസ് ഉണ്ട്. നമ്മൾക്ക് ആ ഏരിയയിൽ വീക്ക്നെസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള തെറ്റുകൾ വന്നു പോവാത്തത്. എല്ലാവർക്കും ഒരു പക്ഷേ ക്ഷമിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. എന്നാലും ഞാൻ പറയാം, നമുക്ക് നമ്മളെ മക്കള് അതുപോലെയുള്ള എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ ക്ഷമിക്കൂലേ, നമ്മൾ വലിച്ചെറിയും ഇല്ലല്ലോ അല്ലെ. അപ്പം അതുപോലെ അതുപോലെ എന്ത് പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ ആ ഒരു പ്രശ്നം ഓൾമോസ്റ്റ് 90% അവിടെ സോൾവ് ആവും. പക്ഷെ നമ്മള് ഫീലിങ്സ് കൊണ്ട് കളിക്കും അല്ലെ, അവരെ ഫീലിങ്സ് കൊണ്ട് കളിക്കും. നമ്മൾ നമ്മുടെ ഫീലിങ്സിനാണ് അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹിക്മത്തിനും ബ്രെയിനിനും ഒന്നും അവിടെ യാതൊരു ഇമ്പോർട്ടൻസും അപ്പം ഉണ്ടാവില്ല. ആ ഉദാര മനസ്സ് എന്ന് പറയുന്ന മഹാമനസ്കത എന്ന് പറയുന്ന സംഭവം വരികയില്ല.
അപ്പം അത് നമ്മൾ അപ്പൊ പുറത്ത് കാണിക്കണം. അവർക്ക് അപ്പൊ ആ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ക്ഷമയോടുകൂടി കേട്ട് നമ്മളിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന നല്ല വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞ്, അല്ലെ, ഇടക്ക് അവർ ചെയ്ത എന്തെങ്കിലും ഒരു കുഞ്ഞു സ്റ്റെപ്പ്, ഒരുപാട് വലിയ തെറ്റുകളുടെ ഇടയിൽ ഒരു ചെറിയ ശരി നിങ്ങൾ മനഃപൂർവ്വം കണ്ടെത്താം, എന്നാലും നീ അതിനിടയ്ക്ക് ഇങ്ങനെ ചെയ്തല്ലോ, അത് നന്നായിട്ടുണ്ട്. എന്താ നഷ്ടം? ഭയങ്കര നഷ്ടം നമുക്ക് അപ്പൊ ഉള്ള അഭിമാനം സമ്മതിക്കൂല അതിനൊന്നും. കാരണം നമ്മൾ ഭയങ്കര ശരിയാണല്ലോ, അല്ലെ, ഭൂമുഖത്ത് നമ്മളെക്കാളും വലിയ ശരികൾ ഇല്ലല്ലോ. അപ്പം അവര് ഇനി കുറെ തെറ്റുകളുടെ ഇടയിൽ ഒരു കുഞ്ഞു ശരി പോലും അവരത് നമ്മൾ കാണാൻ തയ്യാറും, എല്ലാ സൈഡിൽ നിന്നും തലങ്ങും വിലങ്ങും അവരെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അതിനെ ഡയലോഗ് അടിച്ച് വെറുപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ. പക്ഷെ ഓരോ കാര്യങ്ങളും നമ്മളെ മക്കൾ വന്നിട്ട് ഇപ്പൊ അവരൊരു ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരിങ്ങനെ ഭയങ്കര വലുതാക്കി അവരുടെ കണ്ണുകളൊക്കെ വിടർന്ന് ഒക്കെ പറയുന്നുണ്ടാവില്ലേ. അപ്പൊ നമ്മള് ഇതെന്തായാലും പറഞ്ഞിട്ട് പോട്ടെ എന്ന് വെച്ചാൽ നമ്മളെ പണിയെടുക്കുന്നുണ്ടാവും, പാത്രം കഴുകുന്നുണ്ടാവും, ഫോണിൽ നോക്കുന്നുണ്ടാവും, എങ്ങനെങ്കിലും ഇത് ആ ഊ ഈ എന്നൊക്കെ പറയുന്നുണ്ടാവും, അല്ലെ. നമ്മൾ മുഴുവൻ കേൾക്കുന്ന പോലും ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, നമ്മളെ മക്കളുടെ വലിയൊരു കംപ്ലൈന്റ് ഇതാണ്, അല്ലെ, ഉമ്മ കേൾക്കുന്നില്ല. ചിലപ്പം നമ്മളിപ്പം എന്താ ലിസണേഴ്സ് ഒക്കെ ആയതിന്റെ പേരിൽ പണ്ടത്തേനേക്കാൾ ഒരിത്തിരിയൊക്കെ കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടാവും, എന്നാലും പല പോയിന്റ്സും നമ്മൾ കേൾക്കുന്നുണ്ടാവില്ല. കാരണം നമ്മൾ നമ്മുടേതായ ചിന്തയിലും നമ്മുടേതായ കാര്യങ്ങളായിരിക്കും. പക്ഷെ അവര് പറയുന്നത് കേട്ടിട്ട് അവിടെ വേണ്ട രീതിയിൽ വേണ്ട സ്ഥലത്ത് റെസ്പോൺസസ് കൊടുത്ത്, അതായത് അപ്രിസിയേഷൻ അർഹിക്കുന്ന സ്ഥലത്ത് അപ്രിഷിയേറ്റ് ചെയ്ത്, വാ എക്സലന്റ്, നന്നായിട്ടുണ്ട്, നീ അങ്ങനെ ചെയ്തല്ലോ, അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഒരിത്തിരി അത് അങ്ങനെയാണോ ചെയ്തത്, അതിന് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ ചെയ്യായിരുന്നല്ലോ, അല്ലെ, അങ്ങനെയൊക്കെ വെറുതെ ആ ഒരു ഡയലോഗിന്റെ കൂടെ, അത് കുറ്റപ്പെടുത്തലായിട്ടില്ല, അങ്ങനെ ആക്കായിരുന്നല്ലോ, അതിന് വേറെ എന്തായിരിക്കും ഒരു പരിഹാരം, അല്ലെ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അവരെ കൂടെ. ഇതൊരു ദിവസത്തിൽ 24 മണിക്കൂറൊന്നും അല്ല ചെയ്യാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, വളരെ കുറച്ച് സമയം മതി ഇതിനൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ബർക്കത്തും തരും നമ്മുടെ സമയത്തിന്. നമ്മളൊക്കെ വിചാരിക്കും, ഓ എന്തെല്ലാം പണിയെടുക്കാനുണ്ട്, അതിന്റെ ഇടയിലാണ് ഈ കുട്ടികൾ, ഈ കുഞ്ഞു കുഞ്ഞു, അതും 3-4 കുട്ടികളുള്ള കാര്യമാണെങ്കിൽ പറയാൻ വേണ്ടല്ലേ, എവിടാ ഇതിനൊക്കെ സമയം. ശരിക്കും അള്ളാഹ് ഒരു ബർക്കത്ത് തരും. സുബ്ഹാനല്ലാഹ്, അള്ളാന്റെ തൃപ്തി ഉദ്ദേശിച്ച്, അല്ലെ, നമ്മളെ കുട്ടികളുടെ ഭാവി ഉദ്ദേശിച്ച്, അവരുടെ പരലോകം ഉദ്ദേശിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെ വളർത്തുന്നത്, ശരിക്കും കുട്ടികളെ വളർത്തുന്നത് തന്നെ വലിയൊരു കലയാണ്. അത് സീരിയസ് ആയിട്ട് എടുത്ത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള മക്കളാക്കി വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഇബാദത്താണ്. അതിനെക്കുറിച്ച് നമ്മൾ സീരിയസ് ആക്കി എടുക്കുമ്പോൾ, അതിനെക്കുറിച്ച് ദുആ ചെയ്യുമ്പോൾ അത് ഇബാദത്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹ് അതിനെ എളുപ്പം തരും, അള്ളാഹു ബർക്കത്ത് തരും നമ്മുടെ സമയത്ത്. നമ്മളിനി എന്തെന്നെ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെയുള്ള കീൻ ആയിട്ടുള്ള അവര് വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ കാര്യങ്ങൾ കേട്ട് റെസ്പോണ്ട് ചെയ്ത് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം അവർ കൂടുതൽ കൂടുതൽ ഡയലോഗ് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അവരതുപോലെ വേറെ പല കാര്യങ്ങളും നമ്മളടുത്ത് വന്ന് പറയാൻ ശ്രമിക്കും. പക്ഷെ അവർ വരുമ്പോഴേക്കും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ അവരെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ അവരെ കുറ്റങ്ങളും കുറവുകളും എടുത്തു പറഞ്ഞ് ഇനി മേലാൽ എന്നുള്ള ഡയലോഗൊക്കെ ഉപയോഗിച്ച്, സത്യം പറയണെങ്കിൽ ഇനി മേലാൽ എന്ന് പറയുന്ന വാക്ക് കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല. നമ്മളോട് തന്നെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. സുബ്ഹാനല്ലാഹ്, നീ അങ്ങനെ ചെയ്തിട്ടുണ്ടോ നോക്കിക്കോ, നിനക്ക് എന്നെ അറിയൂല, ഞാൻ എന്താ ചെയ്യാന്ന് നിനക്ക് അറിയില്ല, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ, ഇതൊന്നും അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും പറയട്ടെ എന്ന് വെച്ച് നമ്മൾ നമ്മളുടേതായ കാര്യത്തില് ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട്, അല്ലെങ്കിൽ ഇതിപ്പോ ഒരു ഗുണത്തിനുള്ള കാര്യമല്ല പറയാൻ പോണേ എന്നുള്ള ആ ഒരു മുഖഭാവവുമായിട്ട് ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഓപ്പോസിറ്റ് സൈഡിന് സ്വാഭാവികമായിട്ടും പിന്നീട് ഒന്നും വന്ന് പറയാൻ തോന്നില്ല. ശരിയല്ലേ? ഇതൊക്കെ നടക്കുന്നതല്ലേ വീടുകളിൽ? അതോ എനിക്ക് മാത്രം തോന്നുന്നതാണോ? നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ടോ? ആണോ? അപ്പം ശരിക്കും നമ്മള് സംസാരിക്കുമ്പോൾ ഒരു 70-80% ഇമോഷൻസും നമ്മള് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കൊണ്ട്, അല്ലെങ്കിൽ കൈന്റെയും കാലിന്റെയും മൂവ്മെന്റ് കൊണ്ട്, നമ്മളെ പോസ്ചർ കൊണ്ടാണ് മനസ്സിലാക്കുന്നത്, എല്ലാം സംസാരം കൊണ്ടല്ല. അപ്പൊ പലപ്പോഴും നമ്മൾ സംസാരിക്കാനിരിക്കുമ്പോൾ, അല്ലെ, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത മുഖമായിട്ട്, ഒരു ചിരിയില്ലാത്ത, അല്ലെങ്കിൽ കണ്ണ് വേറെ എവിടെയോ വെച്ചിട്ടില്ലേ, ഐ ടു ഐ കോണ്ടാക്ട്, നമ്മളെ വീട്ടിലുള്ളവരുമായിട്ട് നമുക്ക് ഐ കോണ്ടാക്ട് വെക്കാലോ, അന്യപുരുഷന്മാരുടെ അടുത്തൊന്നല്ല നമ്മൾ സംസാരിക്കുന്നത്, അല്ലെ, നമ്മളെ ഉപ്പ, നമ്മളുടെ ആങ്ങള, നമ്മളെ മക്കള്. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഐ കോണ്ടാക്ടോട് കൂടി അവരടുത്ത് സംസാരിച്ചു, ഒരു ടേബിളിന്റെ ഓപ്പോസിറ്റ് ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഒരു സോഫയിൽ അപ്പുറത്ത് ഇരുന്നിട്ട് മുഖത്ത് നോക്കി സംസാരിച്ച്, നമ്മളെ കയ്യിലുള്ള ഡിവൈസസും നമ്മളെല്ലാ പണികളും മാറ്റി വെച്ച് കുറച്ചു നേരം അങ്ങനെ സംസാരിച്ചില്ലേ, അവരെ മുഖത്തെ ഫീലിങ്സ് കണ്ട് നമ്മളെ പുഞ്ചിരി തിരിച്ചു കൊടുത്ത്, സുബ്ഹാനല്ലാഹ്, ആ ഒരു എൻഗേജ്ഡ് ആയിട്ടുള്ള സംസാരം. നമുക്ക് ഭയങ്കര തിരക്കാണ്, ഇതിനൊന്നും നമുക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഈ തിരക്കൊക്കെ നമ്മൾ എന്തിന്? നമ്മളെ അമാനത്താക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള നമ്മളെ കുടുംബം, നമ്മളെ മക്കളെ
അള്ളാഹ്ക്ക് നല്ല രീതിയിൽ തിരിച്ചു കൊടുക്കാൻ പറ്റാണ്ട് നമ്മൾ എന്ത് തിരക്കിന്റെ പിന്നാലെ ഓടിയിട്ടുണ്ട്. നമ്മളെ തിരക്ക് ഒരു പക്ഷേ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളതാവാം, അല്ലെ? സുബ്ഹാനല്ലാഹ്, അവരുടെ ഹൃദയത്തിന് ഭക്ഷണം കൊടുക്കാതെ വയറിന് ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സ് റെഡിയാക്കാനുള്ളത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാനുള്ളത്, അല്ലെങ്കിൽ പുറമേ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയോജനം വരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ ഏൽപ്പിച്ച അമാനത്തുകൾ നമ്മുടെ കുടുംബങ്ങളോ നമ്മുടെ കുട്ടികളോ, സുബ്ഹാനല്ലാഹ്, അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ വേറെ എന്ത് അമാനത്തിന്റെ പിന്നാലെ ഓടിയിട്ട് എന്താ കാര്യം? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇതിനകത്ത് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും അള്ളാഹു ഒരു ബർക്കത്ത് തരും. എല്ലാ സ്ഥലത്തും അള്ളാഹു ഒരു ബർക്കത്ത് തരും, നമുക്കൊരു എളുപ്പം തരും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളൊക്കെ വീട്ടിലുള്ളവരെ കാര്യം നോക്കിയിട്ട് കാര്യമില്ല. ഓരെന്തായാലും നന്നാവാനുള്ളതല്ല, ഞാൻ പുറത്തുള്ളവരെങ്കിലും നന്നാക്കട്ടെ എന്ന് വിചാരിച്ചിറങ്ങുന്നവരല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും പുറത്തുള്ളവരെ നന്നാക്കാനുള്ള നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ എവിടുന്നാ അറിയ കിട്ടുന്നത്? വീട്ടിനകത്തുനിന്നാണ്. ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് നമ്മൾ എവിടേക്കോ പഠിച്ച കുറെ തിയറി മാത്രം കൊണ്ട് വിളമ്പിയിട്ട് ആരാ നന്നാവുക? ആരാ മാറുക? നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അതില്ലാന്നുണ്ടെങ്കിൽ, അല്ലെ, നമ്മളെ നാവും നമ്മുടെ തലച്ചോറും നമ്മൾ പകർന്നു കൊടുത്തിട്ട് നമ്മൾ ദീൻ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ചേഞ്ചാ. ദീൻ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ ചേഞ്ചാ. ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒന്നും അല്ല, ബ്രെയിന് മാത്രമുള്ളത് കൊണ്ട് ബുക്കിൽ എഴുതി വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഹൃദയം ചേഞ്ച് ആയിട്ട് കുടുംബങ്ങളും വ്യക്തികളും ചേഞ്ച് ആകുമ്പോഴാണ്, അവിടെയാണ് നമ്മളെ ദീൻ. നമ്മൾ ദീൻ ഭയങ്കര സിമ്പിളാ, ഭയങ്കര ബേസിക്കാ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളാണ് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. കുറേ വർഷങ്ങളോളം പഠിച്ചല്ലേ, വലിയ വലിയ ഡിഗ്രികളൊക്കെ എടുത്ത് പഠിപ്പിക്കലാണ് ദീനെന്ന് നമ്മൾ വിചാരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടെന്നല്ല കേട്ടോ പറയുന്നത്. പഠിക്കണം, പഠിപ്പിക്കണം, സ്കോളർഷിപ്പ് ഒക്കെ നമുക്ക് ആവശ്യമാണ്, അതായത് പണ്ഡിതരും അതൊക്കെ ആവശ്യമാണ്. പക്ഷെ അത് മാത്രമാണ് ദീനെന്ന് ചിന്തിച്ചു പോരുതെന്നാണ് ഞാൻ പറയുന്നത്. ദീൻ വളരെ ബേസിക്കാണ്. ഏതൊരു സാധാരണക്കാരനായ മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമാവണം ദീൻ. അത് വളരെ സിമ്പിൾ ആയിരിക്കണം. അത് ഹൃദയത്തിന്റെ ചേഞ്ചിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരുപാട് ബുക്കുകൾ നോട്ട്സ് എഴുതിയും പരീക്ഷ എഴുതുന്ന ആൾക്കാരായിരിക്കും, ബ്രെയിനകത്ത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ച ആൾക്കാരായിരിക്കും. പക്ഷെ ബേസിക്കലി നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ ചുറ്റുപാടുള്ള ഹൃദയങ്ങൾക്കും ഒരു മാറ്റവും ആശ്വാസവും സമാധാനവും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ദീനിന്റെ പേരിൽ ശരിക്കും ദുനിയാവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാളെ അള്ളാന്റെ അടുത്ത് കൊണ്ടു കൊടുക്കാനുള്ള സാധനം ഈ കൽബുൻ സലീമാണ്. ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സും, അല്ലെ, ഈ നമ്മൾ ബൈഹാർട്ടാക്കിയ ഒരു കാര്യങ്ങളും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ടത് കൽബുൻ സലീമാണ്. അത് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടം നിർത്തിയിട്ട് ഒന്ന് തിരിച്ചു വന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കേണ്ടത് കണ്ണിൽ നോക്കി സംസാരിക്കുക, ഡിവൈസുകൾ മാറ്റി വെച്ച് സംസാരിക്കേണ്ടത് അങ്ങനെ സംസാരിക്കുക. പലപ്പോഴും ഈ വളർന്നു വരുന്ന കുട്ടികളുടെ വേറൊരു പരാതിയാണ്, മുതിർന്നവര് നമുക്ക് നമുക്ക് ബുദ്ധിയില്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിനെ അവർ സ്വീകരിക്കുന്നില്ല എന്നുള്ള ആ ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു, നമ്മളെ മക്കള് മാഷാ അല്ലാഹ് അടിപൊളിയാണ്. അവർക്ക് പല കാര്യങ്ങളിലും നമ്മളെ ഉപദേശിക്കാനുള്ള 100% അവരുടെ ഉപദേശങ്ങൾ എടുക്കണം എന്നല്ല, പക്ഷെ അവരുടെ സജഷൻസ് ഭയങ്കര വേർത്താണ്. അപ്പം ഇതുപോലെ അവർ പറയുന്നതൊന്നും നമ്മൾ എടുക്കാത്തത് കൊണ്ട് സ്വാഭാവികമായും ഉമ്മയും മക്കളും അല്ലെങ്കിൽ വാപ്പയും മക്കളുമായിട്ടുള്ള സംസാരം വെറും എന്തായി മാറും? കുറെ ഇൻസ്ട്രക്ഷൻസിലെ നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ കുറെ ഉപദേശങ്ങൾ, അല്ലെങ്കിൽ കുറെ ക്രിറ്റിസിസം, അതായത് നീ അത് ചെയ്തത് ശരിയായില്ല, നീ അത് അങ്ങനെയാ ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാ ചെയ്യേണ്ടത്, അത് മാത്രമായി മാറാണ് ഉമ്മയും വാപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ മക്കൾക്ക്, അല്ലെ? അതല്ലാത്ത വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ബന്ധം സുബ്ഹാനല്ലാഹ് മക്കളെടുത്ത്, അതായത് അവർ പറയുന്നത് ഇങ്ങോട്ട് എടുത്ത് നമ്മൾ പറയുന്നത് അങ്ങോട്ട് കൊടുത്ത് നമ്മളെ പ്രശ്നങ്ങൾക്ക് അവരുടെ അടുത്ത് പരിഹാരം തേടി. സുബ്ഹാനല്ലാഹ്, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ? വളരെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെയുണ്ട് മാഷാ അല്ലാഹ്. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും അങ്ങനെയുള്ള മക്കളുടെ മാനസികവും ശാരീരികവും വൈജ്ഞാനികവും ഈവൻ ഇസ്ലാമികവും ഒക്കെ ആയിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. സുബ്ഹാനല്ലാഹ്. ആൻഡ് അങ്ങനെയുള്ള വീടുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള പാരന്റ്സ് അവര് വീഴ്ചകൾക്ക് ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പെന്ന് അവർ വീണോട്ടെ എന്ന് വെച്ചിട്ട് വീഴ്ചകൾക്ക് പോലും അവര് ആശ്വാസത്തോടു കൂടി ക്ഷമയോട് കൂടി അവര് കൂടെ നിൽക്കും. കുഴപ്പമില്ല, നമുക്ക് തിരുത്താം, അല്ലെ, നമ്മളെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ പലരും നമുക്ക് നാളെ തന്നെ കുട്ടികളെ അടിച്ചു തിരുത്തണം എന്നുള്ളത് കൊണ്ട് ഈ ക്ഷമയൊന്നും നമുക്ക് ഉണ്ടാവാറില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ തകർന്നില്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. ശരിക്കും എന്തൊരു പ്രശ്നം നമ്മളെ വീടുകളിലൊക്കെ നമ്മളെ കുട്ടികളുടെ ഇടയിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരും നമ്മളും അള്ളാഹു അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ ബന്ധങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടാണ്.
എന്റെ കുട്ടിക്കുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാനും എന്റെ കുട്ടിയുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് അവരും നമ്മളും അള്ളാഹു അല്ലാതെ പുറത്തുള്ള ഒരാളെ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇതെന്താ ശരിയല്ല. അത് കൊണ്ടുവരാൻ പാടില്ല എന്നല്ല കേട്ടോ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു സഹായം ആവശ്യമുണ്ട്, നമ്മൾ ആ ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ സഹായം എടുക്കുക തന്നെ വേണം. കൗൺസിലിങ്ങോ ഇനി വേറെ ആരുടെങ്കിലും ഉപദേശമോ എന്ത് വേണമെങ്കിലും നമ്മൾ എടുത്തോ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. നമ്മളെ കുട്ടി എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു മനുഷ്യനാണ് അല്ലെ. അവൾക്കൊരു തെറ്റോ അല്ലെങ്കിൽ അവനൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവളൊരു കാര്യത്തിൽ ഫെയിലായി, സുബ്ഹാനല്ലാഹ്, അതിനെക്കുറിച്ച് അവളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് നമ്മൾക്ക് എന്തായാലും അവരെക്കാളും ഒരു 10-20 കൊല്ലത്തെ എക്സ്പീരിയൻസ് അധികം ഉണ്ടാവും അല്ലെ. എന്തായാലും അവരെ ആ കാര്യത്തിൽ പക്ഷെ ഒരുപാട് ടെക്നിക്കലി അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിലും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും അവരെക്കാളും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്ക് ഉപദേശവും നമുക്ക് കേട്ടിട്ട് അവർക്ക് സജഷൻസ് കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി ഒരു സിറ്റിങ്ങിന് തയ്യാറല്ല. അവൾ തെറ്റ് ചെയ്തു എന്നുള്ളതാണ് അപ്പത്തെ നമ്മുടെ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ അങ്ങോട്ട് തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് എന്ത് തെറ്റും ചെയ്യാട്ടോ, നമുക്ക് എത്രയും തെറ്റ് ചെയ്യാം. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എല്ലാ കൽപ്പനകളും കേട്ടിട്ട് അത് മുഴുവൻ ചെയ്യാണ്ട് ജീവിക്കാം. പക്ഷെ മക്കൾക്ക് തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളാകെ വേറെ പ്രശ്നമായി വെപ്രാളായി, ഇല്ല അവരെ വിളിച്ച് ഇവരെ വിളിച്ച് ഇവനെന്താ ചെയ്യേണ്ട ഇവളെന്താ ചെയ്യേണ്ട എന്നുള്ള പ്രശ്നങ്ങളായി. സുബ്ഹാനല്ലാഹ്, നമ്മളിരുന്ന് സംസാരിച്ച് ക്ഷമയോടുകൂടി അവർക്ക് തിരുത്താൻ വേണ്ടി സമയം കൊടുത്തു കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നെ നമ്മളെ വീട്ടില്. നമ്മളെ മക്കളൊക്കെ ബേസിക്കലി സുബ്ഹാനല്ലാഹ് ഫിത്ര നമ്മളെക്കാളും നല്ലത് അവരാ. കാരണം അവര് ഫിത്രയിൽ നിന്ന് ഒരുപാടൊന്നും അകന്നിട്ടില്ല. നമ്മളാണ് ഫിത്രയിൽ നിന്ന് ഒരുപാട് അകന്നുപോയ ആൾക്കാർ. അവരെയാണ് തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പം. പക്ഷെ നമുക്ക് ഒരു തെറ്റ് പോലും അവർ ചെയ്യാൻ പാടില്ല, നമുക്ക് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പം അവരുടെ ഹിക്മത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഹിക്മത്തുകൾ അല്ലെ മുഴുവനൊന്നും എടുത്തിട്ടില്ലെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന കാര്യം കേട്ടോ, ബോറടിക്കുന്നുണ്ടാവും. എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം സ്മൂത്ത് ഡയലോഗ് എന്ന് പറയുമ്പോൾ പരമാവധി അവിടെ ഉപദേശങ്ങളും ഇൻസ്ട്രക്ഷൻസും ക്രിറ്റിസിസവും ഒഴിവാക്കുക. കഴിവിന്റെ പരമാവധി അത് അങ്ങോട്ട് ഒഴിവാക്കുക. പകരം നമ്മളെ പാർട്ട്ണർ അത് ആരാണെങ്കിലും, നമ്മളെ ഹസ്ബൻഡോ കുട്ടിയോ സഹോദരനോ ആരാണെങ്കിലും അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവര് നീ ചെയ്ത് തെറ്റായി പോയി എന്നുള്ള ക്രിറ്റിസിസത്തിലോ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷന് പകരം അവർക്ക് പേഴ്സണൽ എക്സ്പീരിയൻസസ് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാണ് എനിക്ക് ഈ കാര്യം വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, ഞാൻ അതിന് ഇങ്ങനെ സൊല്യൂഷൻ കണ്ടു. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ലൈഫുകൾ അല്ലെങ്കിൽ ഇപ്പം വലിയ ജീവിതം കൊണ്ട് തെളിയിച്ച ആൾക്കാരാണ്. ഈവൻ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം തന്നെ എടുക്കാം. പല സാഹചര്യങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു ചെയ്തത്. അത് മതി ശരിക്കും. അവിടെ പറയേണ്ട കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരെ കുറ്റപ്പെടുത്തിയിട്ട് അവരെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് തിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഭംഗിയായിട്ട് വേറെ പല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പക്ഷെ നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഓരെ കുറ്റപ്പെടുത്താം. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഒരു ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി വീക്കായിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടീന്റെ അടുത്ത് നീ ഇത് രാവിലെ അങ്ങനെ എണീക്കാത്തതുകൊണ്ടാ, നീ ഹോംവർക്ക് ഇങ്ങനെ ചെയ്യുന്നോണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് സമാധാനം. പകരം നമ്മളിങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ശരിയാട്ടോ, ഇന്ന ആള് ശരിക്കും അവരുടെ ലൈഫിൽ എന്ത് സക്സസ്ഫുൾ അല്ലെ, അവരുടെ ടൈം മാനേജ്മെന്റ് എന്താ, ഇങ്ങനെ ആയിരിക്കും, അങ്ങനെയൊന്ന് ആലോചിക്കുന്നു. നാച്ചുറലി ആ ചിന്ത കുട്ടികളുടെ ഉള്ളിൽ വരും. കാരണം ഒരു സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ആൾക്കാരും ടൈം മാനേജ്ഡ് അല്ലാത്ത ആൾക്കാരില്ല അല്ലെ. സക്സസ് വേണമെന്നുണ്ടെങ്കിൽ സമയത്തിന് വില കൽപ്പിക്കുക തന്നെ. അപ്പം അതുപോലെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ ഓരോ പോയിന്റും, അതായത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ഫീലിങ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, അവരുടെ ഹിക്മത്തിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, അവരുമായിട്ടുള്ള ആ ഒരു റാപ്പോ, ഈവൻ ഐ ടു ഐ കോണ്ടാക്ട്, പുഞ്ചിരി, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ശരിക്കും നമ്മൾ പുറത്ത് നമ്മളെ ഒരു ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വീട്ടിനകത്ത് സംസാരിക്കും നമുക്ക് കിട്ടും. അതുപോലെയാണ് ഒരു ചെറിയ തമാശകളൊക്കെ കൊണ്ടുവരാനുള്ളത്. വീട്ടിനകത്ത് സംസാരിക്കുമ്പോഴും തമാശകളും അല്ലെ, മറ്റുള്ളവർക്ക് ലൈറ്റ് ആയിട്ട് തോന്നുന്ന, കാരണം ഈ ഒരു ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാവർക്കും ആവശ്യമാണല്ലോ. ആ ഒരു ഡോപ്പമിൻ നമ്മളെ വീട്ടിനകത്ത് തന്നെ നമ്മളെ മക്കൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് പല സ്ഥലത്തും അന്വേഷിക്കേണ്ടി വരും. നമ്മളെ കൂടെ ഇരിക്കുമ്പം അവർക്ക് ആ ഒരു സന്തോഷം അല്ലെ, അവർക്ക് ബ്രെയിനിനെ ആക്റ്റീവ് ആക്കി വെക്കാൻ വേണ്ട ആ ഒരു ഹോർമോൺസ് ഒക്കെ നമ്മളെ വീട്ടിൽ തന്നെ അവർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ മക്കൾക്ക് വേറെ പുറത്തൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് സമയമില്ല, നമ്മൾ ഓട്ടം എന്നാൽ എവിടെ എത്താറുമില്ല നമ്മളുടെ ഓട്ടങ്ങൾ.
അപ്പം ഹാപ്പി ആക്കിയിട്ട് ഹ്യൂമർ സെൻസോട് കൂടി തമാശകളൊക്കെ പറഞ്ഞിട്ടുള്ള ഇരുത്തങ്ങൾ വീടുകളിൽ ശീലമാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് വിഷമിപ്പിക്കാത്ത രീതിയിലുള്ള തമാശകൾ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അല്ലെങ്കിൽ ദീനിന് ഇസ്ലാമിനെതിരെ അല്ലാത്ത സെൻസിബിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തമാശകളൊക്കെ പറഞ്ഞ് ചെറിയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ് എൻജോയ് ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് അവരുടെ കുറച്ച് സംസാരങ്ങളൊക്കെ അല്ലെ, പലപ്പോഴും നീ മിണ്ടല്ലേ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ കുട്ടികളെ ഡിസ്മിസ് ചെയ്യാതെ തീരെ ചെറിയ കുട്ടികളെയും കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അവരെ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ലൈറ്റ് ആക്കി എടുക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കും അതല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ നമുക്ക് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ചില സ്റ്റോറീസ് പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റോറീസ് പറയാൻ, സ്റ്റോറീസ് പറഞ്ഞിട്ട് കുട്ടികളെ അടുത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്താ പാഠം കിട്ടിയെന്ന് ചോദിക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും, അത് ശ്രദ്ധിച്ച് കേൾക്കും അല്ലെ, അപ്പൊ ആ പാഠം പുറത്ത് കൊണ്ടുവരാം. അങ്ങനെയൊക്കെ കുറച്ചൊരു ഹൃദയവും ബ്രെയിനും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള സംസാരങ്ങൾ. പക്ഷെ നമ്മളുടേത് ശരിക്കും നാവ് മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള സംസാരങ്ങളാണ് അല്ലെ അധികം. നമ്മളെ പണ്ടത്തെ ഇബാദത്തുകൾ പോലെ തന്നെ, നമ്മളെ പണ്ടത്തെ ഇബാദത്തുകളിൽ വെറും കയ്യും കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, കുറച്ച് നാവ് കൊണ്ട് എന്തൊക്കെയോ പറയും, കയ്യും കാലും കൊണ്ട് തലകുത്തി മറിയും, സുബ്ഹാനല്ലാഹ്. പക്ഷെ ഇപ്പൊ മെല്ലെ മെല്ലെ നമ്മുടെ ഹൃദയം അതിനകത്ത് ഇൻവോൾവ് ആയി തുടങ്ങിയപ്പോൾ നമുക്ക് ആ മാറ്റങ്ങൾ കാണാനുണ്ട്. അതുപോലെ നമ്മുടെ വീടുകളിനകത്തുള്ള സംസാരങ്ങളിലും നാവ് മാത്രമുള്ളതിന് പകരം ചിന്തയും ഹൃദയവും അതിനകത്ത് കൊണ്ടുവരാൻ, സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ പറഞ്ഞതിന് തന്നെ വേറൊരു വശം എന്ന് പറയുന്നത് മനഃപൂർവ്വം മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന സംസാരങ്ങളിൽ നിന്ന് ബോധപൂർവം നമ്മൾ മാറി നിൽക്കുക തന്നെ വേണം. കാരണം ഇതുപോലെയുള്ള സംസാരങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഇങ്ങനെ കുത്തി നോവിക്കാനും ശിക്ഷിക്കാനും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാനും ഉള്ളതല്ല, പകരം ബന്ധങ്ങൾ ഡീപ്പൻ ചെയ്യാനുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ അങ്ങനെ അതിലൂടെ സ്നേഹത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാനുള്ളതാണ്. പലപ്പോഴും നമുക്കൊക്കെ ഈ മറ്റുള്ളവരെ കുഴപ്പത്തിലാകുന്ന ചില ഡയലോഗുകൾ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവർക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുത്തി ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലെ. അവര് ഒരു പേഴ്സണൽ ആക്കി വെച്ചിട്ടുള്ള പല കാര്യങ്ങളെയും അത് അവരെ ആ ചോദ്യം ചോദിച്ച് അവരെ വിഷമകരമായ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിർത്തി. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. നമ്മൾ ചെറിയ കുട്ടികളെ അടുത്ത് സംസാരിച്ച് തുടങ്ങിയ കുട്ടികളെ അടുത്ത് ചോദിക്കും, നിനക്ക് ആരെയാ ഇഷ്ടം, ഉമ്മാനെയോ ഉപ്പാനെയോ? സുബ്ഹാനല്ലാഹ്, കുട്ടികള് ശരിക്കും അങ്കലാപ്പിലായി അല്ലെ. കുട്ടി ഉമ്മന്റെ മുഖത്തേക്ക് നോക്കും, ഉപ്പന്റെ മുഖത്തേക്ക് നോക്കും. എങ്ങനെയാ അപ്പൊ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാനൊന്ന് പുറത്തേക്ക് കടക്കുക? ഉമ്മാനെന്ന് പറഞ്ഞാൽ ഉപ്പാക്ക് പ്രശ്നവും, ഉപ്പാനെന്ന് പറഞ്ഞാൽ ഉമ്മക്ക് പ്രശ്നവും. ഈ 2.5 വയസ്സുള്ള കുട്ടീന്റെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ആ കുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാവും. ഇപ്പോഴത്തെ കുട്ടികൾ പിന്നെ കുറച്ച് വയസ്സായതുകൊണ്ട് ഒന്നെങ്കിൽ ആ ചോദ്യത്തിന് അല്ലെ കേട്ടില്ല എന്നുള്ള അവരവരെ കളി തുടരും, സൈലന്റ് ആയിരിക്കും. അല്ലെങ്കിൽ അവർ പറയും ഉമ്മനെ ഇഷ്ടം, അപ്പനെ ഇഷ്ടം, വല്യമ്മനെ ഇഷ്ടം, വല്യപ്പനെ ഇഷ്ടം, താത്തനെ ഇഷ്ടം, കാക്കനെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവരതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അല്ലെ, സുബ്ഹാനല്ലാഹ്. അപ്പം ഇതുപോലെ മറ്റുള്ളവർക്ക് ചോദിച്ചാൽ ഉത്തരം പറയാൻ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ ഇതൊക്കെ കൊടുത്ത് നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് എളുപ്പം കൊടുക്കാൻ ശ്രമിക്കുക, സുബ്ഹാനല്ലാഹ്. അവര് നമ്മളടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. എന്തിനാ നമ്മൾ അവരുടെ കാര്യങ്ങളും, നമ്മൾ സ്വന്തം വീട്ടിലെ മക്കളുടെ കാര്യം കേട്ടോ ഈ പറയുന്നത്, പുറത്തുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. യെസ്, കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ അറിയണം, പക്ഷെ അവരെ വിഷമിപ്പിക്കുന്ന ഒരു പോയിന്റിൽ നിർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ഇതുപോലെ ഒരു ഡയലോഗിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് വിഷമാവുന്ന ഉറപ്പുള്ള ചോദ്യങ്ങൾ എടുത്തിട്ടിട്ട് ആ ഒരു സിറ്റുവേഷൻ മൊത്തം പിന്നെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ എതിർക്കാനും ഉള്ളതാവും പിന്നീടുള്ള അവരുടെ എല്ലാ സംസാരങ്ങളും. ഇത് കുറെ ആളുകൾക്ക് പുറത്തുള്ളവരുടെ അടുത്ത് ഡീൽ ചെയ്യുമ്പോഴുണ്ട് കേട്ടോ ഈ പ്രശ്നം. അവർക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പിടിച്ചു നിർത്തി കുലുക്കി അവരുടെ അടുത്ത് ചോദിച്ചു വാങ്ങുന്നത്. എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ കൊടുക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എന്താ നമുക്ക് അത് അറിഞ്ഞത് കൊണ്ട് ഒരു നേട്ടം? അപ്പം ഇതുപോലെ ചലഞ്ചിങ് ആക്കാതിരിക്കുക, അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലാക്കാതിരിക്കുക ഡയലോഗുകൾ. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള ഡയലോഗുകൾ നമ്മൾ പഠിക്കുക. പല ആംഗിളിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ അതിനെ കൊണ്ടുവന്നേ മതിയാവും. എപ്പോഴും ഇതുപോലെയുള്ള ഡയലോഗുകളിൽ നമ്മൾ കാരണം ചോദ്യങ്ങൾ ചോദിക്കണം, സംസാരിക്കണം. അത് അവർക്ക് ഉത്തരങ്ങൾ നൽകാനുള്ള ഒരു ചോയ്സ് കൊടുക്കുന്ന രീതിയിലാകാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു വീട്ടില് വീട്ടുകാരും അയൽവാസികളും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, എന്തായിരിക്കുംല്ലേ അവർക്കിപ്പോ നമ്മളോടൊരു പ്രശ്നം, എന്തായിരിക്കും അവർക്കൊരു വിഷമം ഉണ്ടായിട്ടുണ്ടാവുക? അപ്പൊ ഭാര്യ പറയണം, ഇല്ല എല്ലാം കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്, അവർക്ക് പൊതുവെ അയൽവാസികളുമായിട്ട് ബന്ധപ്പെടുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അതായത് ഭാര്യക്ക് അവിടെ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ ഉത്തരം പറയണ്ട. പക്ഷെ ഭർത്താവിന് അറിയാം ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഭാര്യ അവരുടെ അടുത്ത് സംസാരിച്ചതിലുള്ള എന്തോ ഒരു പിഴവാണെന്ന്. പക്ഷെ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടില് നീ അത് പറഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നാ പറയല്ലേ. പകരം ഭർത്താവ് എന്തായിരിക്കും, അതായത് അത് ചിന്തിപ്പിക്കുകയാണ്.
അപ്പം സ്വാഭാവികമായിട്ടും ഭാര്യ അതിനുള്ള മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഈ ചിന്തയുണ്ടാവും. പക്ഷെ നമുക്ക് ഇത് അവരെ അവിടെ കുത്തി നോവിച്ച് പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പൊ മറ്റുള്ളവരെ ചിന്തിപ്പിക്കുന്ന ചോദ്യങ്ങൾ ഇട്ട് കൊടുത്താൽ തന്നെ ആക്ച്വലി അവർ ചിന്തിച്ചിട്ടുണ്ടാവും, അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനി അതല്ല, എത്ര പറഞ്ഞാലും ചിന്തിപ്പിച്ചാലും ചിന്ത ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോമൺ ഡിസ്കഷനിൽ നിന്ന് സംസാരിക്കാതെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിനകത്തുള്ള ആൾക്കാരാണ് പറയുന്നത് കേട്ടോ. ഇൻസൾട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക. നാലാളുടെ മുന്നിൽ, അത് സ്വന്തം വീട്ടുകാരുടെ മുന്നിലാണെങ്കിൽ പോലും ഇൻസൾട്ട് ചെയ്ത് വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഒഴിവാക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഇത് നീ തന്നെയാ ചെയ്തത്, നീ ഇങ്ങനെ തന്നെയാ ചെയ്തതെന്ന് പറഞ്ഞ് വീണ്ടും 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 കുത്തി നോവിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ, ഒരു കുറ്റാരോപണം അല്ലെ ഒരാളുടെ മേൽ നടത്തുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ അടുത്ത് അത് അല്ല എന്ന് കാണിക്കാനുള്ള തെളിവ്, അതായത് പറയുന്ന ആളെടുത്ത് ഇവരങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്ന തെളിവുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി അതിനെ ഏറ്റെടുത്തിരിക്കണം, യെസ് ഞാനിത് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം ഉണ്ടാക്കാണ്. അത് അവിടെ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കൂല എന്ന് മാത്രമല്ല, പകരം അവിടെ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കുക ചെയ്യുന്നത് അല്ലെ. ഓരോരുത്തർക്കും മറ്റുള്ളവരോടുള്ള ഫീലിങ്സ് കൂടുതൽ വഷളാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതുപോലെയുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, മറ്റുള്ളവർക്ക് ഓപ്പൺ അപ്പ് ചെയ്യാൻ പ്രയാസമുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങ് ഒഴിവാക്കുക ഡിസ്കഷൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതായത് സൂറത്ത് തഹ്രീമിലെ 3-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, وإذ أسر النبي إلى بعض أزواجه حديثا فلما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഒരാളോട് ഒരു വർത്തമാനം രഹസ്യമായി പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് ആ ഭാര്യ അത് മറ്റൊരാളെ അറിയിക്കുകയും, അതായത് ഹഫ്സ റളിയല്ലാഹു അൻഹ രഹസ്യമാണെങ്കിൽ പോലും അത് ആയിഷ റളിയല്ലാഹു അൻഹയെ അറിയിച്ചു. ഓക്കെ, നബിക്ക് അള്ളാഹു അത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ അതിന്റെ ചില ഭാഗം അദ്ദേഹം ആ ഭാര്യയ്ക്ക് അറിയിച്ചു കൊടുക്കുകയും ചില ഭാഗം വിട്ടുകളയുകയും ചെയ്തു. അങ്ങനെ അവളോട്, ആ ഭാര്യയോട് അദ്ദേഹം അതിനെപ്പറ്റി വിവരം അറിയിച്ചപ്പോൾ അവൾ പറഞ്ഞു, താങ്കൾക്ക് ആരാണ് ഈ വിവരം അറിയിച്ചു തന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ്, അതായത് സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമായിട്ടുള്ളവരാണ് എനിക്ക് അറിയിച്ചത്. അതായത് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ വിവരം അറിയിച്ചെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് പറഞ്ഞ പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ അങ്ങോട്ട് മാറ്റിവെച്ചു. പക്ഷെ നമുക്ക് എല്ലാം അങ്ങോട്ട് പറയണം അല്ലെ, പ്രയാസം ഉണ്ടാക്കിയാലും കുഴപ്പമില്ല, ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പറയാനുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് പറയാം. അപ്പം പരമാവധി ക്രിറ്റിസിസം ഒഴിവാക്കുക, വിഷമിച്ച് കുത്തി നോവിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക സംസാരങ്ങളിൽ നിന്ന്. അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണ്. അതുപോലെ നെഗറ്റീവ് അസസ്മെന്റ്, അതായത് നീ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്, നീ അങ്ങനത്തെ ആളാണ് അല്ലെ, നിനക്ക് കളവ് പറയൽ ഇപ്പൊ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അത് ഉമ്മ പറയും, അപ്പൊ ഇത്താത്ത ഏറ്റുപിടിക്കും, പിന്നെ വാപ്പ ഉപദേശത്തിന്റെ കൊട്ടയായി കളവ് പറയുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ. കുട്ടി അവിടെയായി കള്ളി അല്ലെങ്കിൽ കള്ളൻ ആയി മാറി. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് സ്വാഭാവികമായും പിന്നെ ഒരു കാര്യത്തിനും വീട്ടിലേക്ക് വരില്ല, അവർ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കും. അത് ഫ്രണ്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഇത് തെറ്റായി പോയി, അല്ലെങ്കിൽ നീ ഈ പറഞ്ഞത് കളവാണ് എന്ന് പറയുന്നത് ഒരുവിധം നമുക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ നീ കള്ളനാണ് അല്ലെങ്കിൽ കള്ളിയാണെന്ന് പറയുമ്പോൾ നമ്മളെ മേലെ സീൽ ചെയ്യണം, മുദ്ര കുത്താണ്, അത് ഇഷ്ടാവില്ല. അപ്പം ശരിക്കും ചിന്തയാണ് വേണ്ടത്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കും, ഇത് ഞാനാണ് ഈ സ്ഥാനത്തെങ്കിൽ എനിക്ക് എന്ത് ഫീൽ ചെയ്യുമായിരുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ ശരിക്കും ഒരു 95% പ്രശ്നങ്ങൾ അവിടെ തീരുകയാണ് അല്ലെ. കുട്ടികളുടെ ഹിദായത്തിന്റെ കാര്യത്തിൽ പോലും അവിടെ തീരും പ്രശ്നങ്ങൾ. അവർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ വീണ്ടും 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 അതന്നെ എടുത്തു പറയുമ്പം അവരുടെ സ്ഥാനത്ത് നമ്മളെന്ന് അവരുടെ ഷൂവിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ അവിടെ ഉള്ളൂ. പക്ഷേ നമ്മൾ സമ്മതിക്കൂല അല്ലെ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി വിഷമിച്ച് നോക്കാൻ പറ്റുമോ, എന്നിട്ട് വീണ്ടും പരാതി പറയും, എന്നിട്ട് എന്റെ കുട്ടി അങ്ങനെയാണ്, എന്റെ മാപ്പിള എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരുപാട് നമ്മൾ ചിന്തിക്കാനുണ്ട് അല്ലെ. നമ്മളെ സംസാരങ്ങൾ ഒരുപാട് റിഫൈൻ ചെയ്യാനുണ്ട്, മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആക്ടിവിറ്റി എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്ത അതേ കാര്യം, നമ്മൾ ഇതുപോലെ ഡയലോഗുകൾ വീട്ടിൽ വെക്കുക. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിലും പറഞ്ഞതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ആയിട്ടുള്ള പോയിന്റ്സ് അതെടുത്ത്
കൊണ്ടുവരാൻ ശ്രമിക്കുക സംസാരത്തിലേക്ക്. പ്രത്യേകിച്ച് ഈ ഇന്ന് പറഞ്ഞിട്ടുള്ളതിൽ നമ്മളില്ലേ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് വീട്ടിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഈ ട്രിഗറിന്റെ പ്രശ്നം വരുന്നത് അല്ലെ. എങ്ങനെ ഓപ്പോസിറ്റ് സൈഡിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാമോ എന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോൾ അവരിങ്ങോട്ടും അത് തന്നെ സംസാരിക്കുള്ളൂ. അപ്പം നമ്മളെ സൈഡിൽ നിന്നും അത് കുറയ്ക്കുമ്പോൾ സാവധാനം മറ്റേ സൈഡിൽ നിന്നും അത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുപോലെ ട്രിഗേഴ്സ് ഒക്കെ ഒഴിവാക്കി മറ്റുള്ളവരെ വിഷമവും കുറ്റപ്പെടുത്തലും ഒക്കെ ഒഴിവാക്കി സംസാരിക്കുമ്പോൾ നമുക്ക് മെല്ലെ 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 ആ ഒരു ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇനി അങ്ങോട്ട് എല്ലാ ആഴ്ചയിലും ഇത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനുള്ളത്. നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഓരോ ഡിസ്കഷനിൽ നിന്നും എടുത്ത് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക, മനസ്സിൽ വെക്കുക. ഒരു ക്ലാസ് കേട്ട് അത് രണ്ടാമത്തെ ദിവസം ഞാൻ അപ്ലൈ ചെയ്ത് മൂന്നാമത്തെ ദിവസം ഇതിനകത്ത് പെർഫെക്റ്റ് ആയി എന്നൊന്നും ചിന്തിക്കേണ്ട. അതൊന്നും നടക്കാൻ പോണ കാര്യമില്ല. നമുക്കിത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഇറങ്ങിപ്പോയ വേരാണ്. അതിനെ നമുക്ക് മെല്ലെ 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 മാന്തിയെടുത്ത് പുറത്തിട്ടേ മതിയാവും. എന്തായാലും അള്ളാഹു എളുപ്പാക്കട്ടെ. നമുക്ക് നമ്മുടെ വീടുകളിലുള്ള അല്ലെ നമ്മളെല്ലാവരും ഒരുപക്ഷെ ഈ ഒരു ദീനിന്റെ മാർഗത്തില് ഇവിടെയുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ നമ്മൾ സജീവമാകാനുള്ള ഒരു റീസൺ ശരിയാണ്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ വേണ്ടി അല്ലെ, അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ദീനിന്റെ മാർഗത്തിൽ ഒരുപാട് റിമൈൻഡേഴ്സ് കിട്ടാൻ വേണ്ടിയാണ്. പക്ഷെ വേറൊരു റീസൺ, നമ്മൾ ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ലൈക്ക് മൈൻഡഡ് ആൾക്കാർ അല്ലെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ട്, അതുപോലെയുള്ള സഹോദരിമാരുള്ളത് കൊണ്ട്, ഈ ഗ്രൂപ്പുകളും ഇവിടെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നത് കൊണ്ടും കൂടിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇതുപോലെയുള്ള സന്തോഷങ്ങൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം വീടുകളിൽ ഇതുപോലെയുള്ള സന്തോഷങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ സ്വഭാവം അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം, അത്രയും ബെസ്റ്റ് ആയിരിക്കണം അല്ലെ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണ്? ഭർത്താക്കന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഭാര്യമാരോട് ഏറ്റവും നല്ല ആൾക്കാരായ അല്ലെ, ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്നത്. നമ്മളത് മാത്രമേ കാണുള്ളൂ, തിരിച്ചുള്ളത് നമ്മൾ കാണുകയില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ വീടുകളിൽ നമ്മൾ ആ ക്ഷമയും ആ സ്വഭാവത്തിലുള്ള റിഫൈൻമെന്റും കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സർക്കിളിൽ വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും. കാരണം അത് വീട്ടിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പലർക്കും അത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ നമ്മുടെ സ്വഭാവങ്ങളും സംസാരങ്ങളും ഒക്കെ റിഫൈൻ ചെയ്ത് ഏറ്റവും നല്ല ക്യാരക്ടേഴ്സിന് ഉടമകൾ, ഏറ്റവും നല്ല ക്യാരക്ടർ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് നിങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഉയർന്ന, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഹദീസിനകത്ത് അതുണ്ടായിരുന്നു, ഉയർന്ന സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഉള്ള വീട് കൊടുക്കുന്നത് ആർക്കാണ്? ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകൾക്കാണ്. നമ്മൾ ഏറ്റവും നല്ല സ്വഭാവം എവിടെയാണ് റിഫ്ലക്ട് ചെയ്യുക? നമ്മളുടെ വീടുകളിലാണ്. പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് കുറച്ചു നേരം നമ്മൾ അങ്ങനെ കാണിച്ചാൽ മതി. പക്ഷെ വീട്ടിനകത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും നല്ല സ്വഭാവം റിഫ്ലക്ട് ചെയ്യുക വീട്ടിലാണ്. ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. ഓക്കെ, അപ്പം ഈസി ആയിട്ടുള്ള ഒരു കാര്യമില്ല. നമ്മൾ വളരെ ടഫായിട്ടുള്ള പല തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതും നമ്മുടെ തലേന്റെ മുകളിൽ കൂടെ പോകുന്നതും ഒക്കെ ഉണ്ടാവും. സാവധാനം നമുക്ക് വീണ്ടും 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 കേട്ടും പ്രാക്ടീസ് ചെയ്തും അങ്ങനെ 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 ശരിയാക്കി കൊണ്ടുവരണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പാക്കട്ടെ. ആമീൻ. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا وتقبل دعاء. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.